നമസ്തേ. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നിലപാടിനെ പിന്തുണച്ച് ബ്രിട്ടൻ പ്രധാനമന്ത്രി. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. റിമാൻഡിലായ പ്രതിക്കായി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഉടൻ. പ്രതിയുടെ ബാപ്പയും ഇന്ന് നാട്ടിലെത്തും. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടും. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴ നാളെ എത്തിയേക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് 2ാം ഘട്ട കുറ്റപത്രത്തിൽ CPM-ഉം പ്രതിപട്ടികയിലേക്ക്. ED കണ്ടുകെട്ടിയത് പാർട്ടിയുടെ 76 ലക്ഷത്തോളം രൂപ. പറവൂർ മുൻ MLA P. രാജുവിന്റെ സംസ്കാരം ഇന്ന്. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുടെ സംസ്കാര ചടങ്ങുകൾ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കിക്കൊണ്ട്. രാജുവിനെതിരെ പാർട്ടിയിൽ നിലപാടെടുത്തവർ സംസ്കാര ചടങ്ങിന് എത്തരുത് എന്ന നിലപാട് കടുപ്പിച്ച് ബന്ധുക്കൾ. ജനം ഡിബേറ്റിലെ പരാമർശത്തെ തുടർന്ന് റിമാൻഡിലായ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയെന്ന് പോലീസ് റിപ്പോർട്ട്. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളം പൊരുതുന്നു. 2ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ കേരളം 3 വിക്കറ്റിന് 131 റൺസ് എന്ന നിലയിൽ. വിദർഭ ഓൾ ഔട്ടായത് 379 റൺസിന്. ആദ്യം തന്നെ ഒരു ദുഃഖവാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. നേപ്പാളിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:36 ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിൽ ബീഹാറിലും സിലിഗുരിയിലും അനുഭവപ്പെട്ടു. പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:14 പാകിസ്ഥാനിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, തീവ്രമായ ഭൂചലനമാണോ അനുഭവപ്പെട്ടത്? മറ്റെന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആശങ്ക ഉണ്ടാക്കുന്നതായ വാർത്തയാണ്. തുടർച്ചയായി ഇന്ത്യയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും രാജ്യത്തിനകത്തും ഭൂചലനങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത്. നേപ്പാളിലാണ് ഇപ്പോൾ ഈ 6.1 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. ചെറിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ 6.1 എന്ന് പറയുന്നത് ശക്തമായ ഭൂചലനമാണ്. കാരണം റിക്ടർ സ്കെയിൽ 5 മുതൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള രീതിയിലുള്ള ചലനങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ മരണമോ മറ്റോ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഈ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള ഭൂചലനത്തിന്റെ പ്രകമ്പനം ബീഹാറിലെ പട്ന, അതോടൊപ്പം തന്നെ സിലിഗുരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം മറ്റൊരു അയൽരാജ്യമായ പാകിസ്ഥാനിലും ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ രാത്രി 2:39 ഭൂചലനം ഉണ്ടായത്. ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം എന്നത് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഭൂചലനം രൂപപ്പെട്ടിരുന്നു. 4.1 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പന കേന്ദ്രം തന്നെ ന്യൂഡൽഹി ആയിരുന്നു. അന്ന് വലിയ കുലുക്കമാണ് അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടാകുന്നത്. അതിന്റെ പ്രകമ്പനം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹിയിലും ചെറിയ രീതിയിലൊരു ഭൂചലനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും
നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭൂചലനമാകട്ടെ പാകിസ്ഥാൻ വരെ ഉള്ള പ്രദേശങ്ങളിൽ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് 6.1 എന്ന് പറയുന്ന തീവ്രത. ഇത് പല ഭൂപ്രകൃതികളിലൂടെ ഉള്ള സ്ഥലമാണല്ലോ ഗൗതം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റിപ്പോർട്ടുകൾ വരാൻ വൈകുകയും ചെയ്തേക്കാം. എങ്കിലും ഔദ്യോഗികമായി ഈ ഒരു 6.1 എന്ന തീവ്രത എത്രത്തോളം പ്രശ്നമുണ്ടാക്കാൻ പോകുന്നതായിരുന്നു? വീണ, സാധാരണയായി ഈ 5-ന് മുകളിലേക്ക് 4-ന് മുകളിലേക്ക് 5 തൊട്ട് ഈ റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ചലനങ്ങൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നതും ഭയപ്പെടേണ്ടതുമാണ്. കാരണം 4 വരെ ഉള്ളത് ഒരു പക്ഷേ ശക്തമായ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളുള്ള ഭൂപ്രകൃതിയും അല്ലെങ്കിൽ പ്രതിസന്ധികൾ രൂപപ്പെടുത്തുകയില്ല. മറിച്ച് റിക്ടർ സ്കെയിലിൽ 5 മുതൽ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങൾ സാധാരണയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ നിലവിൽ വലിയ ആശങ്കയില്ല. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നിലവിൽ നേപ്പാളിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്നിട്ടില്ല. ഓക്കെ, ശരി ഗൗതം. ഏതായാലും നേപ്പാളിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ആ വാർത്തയിൽ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അഫാനെ ചോദ്യം ചെയ്യലൊക്കെയാണ് പുരോഗമിക്കുന്നത്. അതേസമയം അഫാന്റെ ബാപ്പ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പുതിയ വിവരം. മുമ്പ് അവിടെ ചില യാത്രാരേഖകളുമായി ബന്ധപ്പെട്ട് അവിടെയും ചില സാമ്പത്തിക പ്രശ്നങ്ങളെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാൻ ആണ് കഴിഞ്ഞത്. അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇന്ന് 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. ശാലിനി, ഉമ്മയുടെ നിലപാട് നിർണായകമായിരുന്നു. വാപ്പയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം അഫാൻ പറയുന്നത് പ്രധാനമായും സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഇപ്പം ഇതൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന കാര്യമൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ വാപ്പ നാട്ടിലേക്ക് വരുന്നതും ഈ കേസിൽ വളരെ നിർണായകമാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വിട പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസവും അഫാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത മൂലം കൂട്ട ആത്മഹത്യയിലേക്ക് പോകുക അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു ഈ ഒരു കൂട്ടക്കൊല എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ ഒരു നിലപാട് തന്നെയാണോ ഈ ഉമ്മയും പറയുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ഇന്ന് എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കലുകളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷെമിയുടെ മൊഴി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് നിർണായകമായിട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ ഇന്ന് ലഭിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പോലീസിന് പങ്കുവെക്കാനുണ്ട്. ഒപ്പം തന്നെയാണ് അബ്ദുൾ റഹീം അഫാന്റെ പിതാവ് ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാമ്പത്തിക ബാധ്യത മൂലം അവിടെ കുടുങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ ഇടപെടൽ മൂലമാണ് ഇന്ന് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. 7:45 കൂടിയാണ് ദമാമിൽ നിന്നുള്ള ഫ്ലൈറ്റ് തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ എത്തുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗം, അദ്ദേഹത്തിന്റെ സുഹൃത്തൊക്കെ ആയ വ്യക്തി കൂടി ചേരുകയാണ്. ചിലപ്പം ഇന്ന് രാവിലെയോട് കൂടി 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം എത്തുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ഇടപെടല് സന്നദ്ധ സംഘടനകളുടെയൊക്കെ? സന്നദ്ധ സംഘടന ഇടപെട്ടുകൊണ്ടാണ് ഈ പെട്ടെന്നൊരു വരാനുള്ള സാധ്യത തെളിഞ്ഞത്. അതായത് നമ്മുടെ നാസ് വക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. പുള്ളിക്കാരെ സാമൂഹ്യ പ്രവർത്തകർ, ദമാമിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരാണ്. അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എല്ലാം കൂടെ ബന്ധപ്പെട്ടിട്ടാണ് ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു പെട്ടെന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഏകദേശം ഇന്നലെ സൗദി ടൈം 3 മണിയോട് കൂടിയാണ് വരാനുള്ള സാഹചര്യത്തിലുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എല്ലാം ക്ലിയർ ആയത്. പിന്നെ ടിക്കറ്റ് രാത്രി കിട്ടി. രാത്രി തന്നെയാണ് വരുമെന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞത്. നമ്മൾ ഏകദേശം 8 വർഷത്തോളമായി. ഇപ്പോൾ കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അതൊക്കെ സുഹൃത്തുക്കളൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് യാത്രയായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. ഇതുമായിട്ട് ബന്ധമില്ല. അറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുടുംബമാണ്. ഇപ്പൊ ഈ അഫാന്റെ ഈ ഒരു കൃത്യം നിർവഹിക്കാൻ സാമ്പത്തിക ബാധ്യതയൊക്കെ ആയിട്ടുണ്ട്. ഈ ആർഭാട ജീവിതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നയിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് ഇപ്പൊ അടുത്ത് നമ്മൾ ഈ ചാനലിലൂടെയും ഇങ്ങനെ അറിയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇത് വരുന്നതിന്റെ ഒരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട് വർഷം അദ്ദേഹത്തിനെ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്.
ഇവരെല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ ഹോസ്പിറ്റലാണ്, ഇളയ മകൻ ഇല്ല. അപ്പോൾ മാനസികാവസ്ഥ ഭയങ്കര തീർച്ചയായിട്ടും വളരെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി അദ്ദേഹത്തിന് എല്ലാവരും ചേർത്ത് നിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് എങ്ങോട്ടേക്കായിരിക്കും വെഞ്ഞാറ്? നേരെ നമ്മൾ പാങ്ങോട് പോകും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ പാങ്ങോട് പോയിട്ട് താഴെപ്പാങ്ങോട് പള്ളിയിൽ പോയിട്ട് അവരുടെ മക്കളുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, താങ്ക് യു. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഏറെ ആശങ്കകൾക്കൊടുവിലാണ് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അബ്ദുൾ റഹീം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്കറിയാം, പ്രതീക്ഷയോടുകൂടിയാണ് പലരും പ്രവാസ ലോകം സ്വീകരിക്കുന്നത്. പക്ഷേ ആ പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങുന്നത് ഇത്തരത്തിലുള്ള വിഷമതകൾ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്കാണ് എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിനുള്ളത്. സുഹൃത്തുക്കളൊക്കെ ഷാലിനിയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ ഇപ്പോൾ ഷിൻസ് കൂടി നമുക്ക് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിൻസ, അവിടെ നിന്ന് ഈ അഫാന്റെ വാപ്പ തിരിക്കുന്നു. ഇപ്പോൾ അവിടെ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹമുള്ളത്. സ്വാഭാവികമായും, കാരണം ഒരു കുടുംബത്തിൽ ഉമ്മ ഉൾപ്പെടെയുള്ള പലരെയും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു, ഉറ്റവരെയൊക്കെ നഷ്ടമായിരിക്കുന്നു. അതിന് സ്വന്തം മകൻ തന്നെ കാരണമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടത്. വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ വരവ് എങ്ങനെയാണത് സാധ്യമായത്? അഫാന്റെ ബാപ്പ അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. രാവിലെ 7:30യോടെ സൗദിയിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തെത്തും. സാമ്പത്തിക പ്രതിസന്ധി, താമസരേഖയില്ലാത്തതും റഹീമിന്റെ യാത്ര പ്രതിസന്ധിയിലാക്കിയിരുന്നു. 7 വർഷമായി നാട്ടിൽ പോകാനാവാതെ കഴിയുന്നതിനിടയിൽ ഉറ്റവരുടെ കൂട്ടക്കൊലപാതകമെന്ന വലിയ ദുരന്തമൊത്ത് സർവ്വതും തകർന്നു നിന്ന സ്ഥിതിയിൽ നിന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലാണ് ഇതിന് കാരണമായത്. പ്രിയപ്പെട്ടവരെ മകൻ കൊന്നുതള്ളിയപ്പോൾ ഇതൊന്നും അറിയാതെ ദമാമിലെ കാർ ആക്സസറീസ് കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അബ്ദുൾ റഹീം. ദീർഘകാലം റിയാദിൽ കാർ ആക്സസറീസ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ അതൊക്കെ നഷ്ടമായ ശേഷം, അതിൽ നഷ്ടം സംഭവിച്ച ശേഷം 1.5 മാസം മുമ്പാണ് ദമാമിലേക്ക് അദ്ദേഹം വരുന്നത്. അബ്ദുൾ റഹീമിന്റെ താമസരേഖയുടെ ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. 3 വർഷത്തെ ഇക്കാമ ഫീസ് ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് 1.5 ലക്ഷത്തോളം റിയാൽ അടച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതിനുള്ള പണം കണ്ടെത്താൻ ഒരു മാർഗവും അബ്ദുൾ റഹീമിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. നടത്തിവരുന്ന കച്ചവടം തകർന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം സൗദി നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയ ശേഷം അതോടെയാണ് നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. 3 ദിവസം നടപടിക്രമങ്ങൾ, എന്നാൽ അത് കുറഞ്ഞത് 3 ദിവസം കൊണ്ട് തീർക്കേണ്ട നടപടിക്രമങ്ങൾ 1 ദിവസം കൊണ്ട് തന്നെ തീർക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായത്. മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി രഹസ്യമായാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുന്നത്. 7 വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരൊന്നും വീട്ടിലില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. ഉമ്മയും മകനും സഹോദരന്റെ ഭാര്യയും സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മകന്റെ ക്രൂരതയാൽ ഭാര്യ ആശുപത്രിയിലാണ്. തണലാകേണ്ട മൂത്ത മകനാണെങ്കിൽ കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്തൊരു മടക്കയാത്രയാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. ഓക്കെ, ഷിൻസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ അതിങ്ങനെ ആകരുത് എന്ന്, അത് നേരത്തെ അഫാൻ്റെ പിതാവിൻ്റെ സുഹൃത്തും അത് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയും അതീവ സന്തോഷത്തോടെയുമാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് വരിക. പക്ഷേ ഇതിപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. ശാലിനി വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട്. ശാലിനി, ഇവിടെ ഇനി മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ ഇതിപ്പോൾ? കാരണം നമുക്കറിയാം, അഫാൻ്റെ ബാപ്പ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ എന്നുള്ളത് വളരെ പ്രധാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുക, അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇതിലേക്ക് വഴിവെച്ചു എന്ന് അഫാൻ പറയുമ്പോൾ തന്നെ അത് തന്നെയാണോ കാരണം എന്ന് തെളിയിക്കേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യത ആണ് എങ്കിൽ പോലും ഇത്ര നിഷ്ഠൂരമായി വളരെ നോർമലായി നിന്നുകൊണ്ട് ഈ 5 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും നടത്തിയത് അഫാൻ അങ്ങനെ കഴിയുമോ എന്ന്, അതിനുശേഷവും വളരെ നോർമലായി തന്നെ അഫാൻ പെരുമാറും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നതിലാണ് എല്ലാവരെയും കുഴയ്ക്കുന്നത്. ഒരുപക്ഷെ മനഃശാസ്ത്ര വിദഗ്ധർ പോലും കുഴഞ്ഞു പോകുന്നൊരു കാര്യമാണ് അഫാൻ്റെ ഈ പെരുമാറ്റം. ഇപ്പോൾ ബാപ്പയ്ക്ക് നിർണായകമായ വിവരങ്ങൾ നൽകാൻ കഴിയും, പോലീസും അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതൊക്കെയുണ്ട്. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക ഉടനെ എന്ന കാര്യത്തിൽ പോലും നമുക്ക് വ്യക്തതയില്ല. വിവരങ്ങൾ എന്തൊക്കെയാണ്, അത് മറ്റ് നടപടിക്രമങ്ങൾ, അദ്ദേഹം വന്നതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും?
വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ ഒരു കൊലപാതകം സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ എന്നതിൽ ഒരു വ്യക്തത നൽകേണ്ട ജീവിച്ചിരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഉമ്മ ആണ്, ഷെമിയാണ്. മറ്റൊരാൾ ഈ പിതാവ് അബ്ദുൾ റഹീമാണ്. രണ്ടുപേരും ഇന്ന് ഇവിടെ എത്തും. ഒരാൾ ഇവിടെ എത്തുന്നു, ഒരാൾ ഇവിടെ ആശുപത്രിയിൽ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു. ഇപ്പോൾ ഇന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ 5 കൊലപാതകങ്ങളും താൻ ചെയ്തതും ഉമ്മയെ കൊല്ലാൻ ശ്രമം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ്. കാരണം പിതാവിന് അവിടെ ഒരു യമൻ സ്വദേശിയുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് നടത്തിയിരുന്നു. അത് പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധി തീർക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ അഫാൻ അവിടേക്ക് പോയിരുന്നു. അവിടെ പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരികെ വന്നതുമാണ്. പിന്നീട് ഈ ഉമ്മുമ്മയോടും ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരങ്ങളോടും ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും സഹായം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അഫാൻ നിലവിൽ പറയുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? ഈ കുടുംബം താമസിച്ചിരുന്ന വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് അഫാന്റെ ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപയോളം കടമുണ്ട് എന്നുള്ളതും ഇടയ്ക്ക് റിപ്പോർട്ടുകളായി വന്നിരുന്നു. സ്വാഭാവികമായും അതും സാമ്പത്തിക പ്രതിസന്ധിയായി നിൽക്കുന്നത് ഉണ്ടോ എന്നൊരു സ്ഥിരീകരണം നൽകേണ്ടത് ഷെമിയാണ്. ഒപ്പം തന്നെ പിതാവിൽ നിന്നും ഇക്കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരിക കാരണങ്ങളാണോ പെൺസുഹൃത്ത് അടക്കമുള്ളവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വന്തം സഹോദരനെ അടക്കം 10 വയസ്സിന്റെ വ്യത്യാസമുള്ള സ്വന്തം സഹോദരനെ അടക്കം കൊല ചെയ്തത് എന്നുള്ളതിലാണ് പോലീസ് ഒരു വ്യക്തത തേടുന്നത്. എന്തായാലും ഇന്ന് ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയാണ് അഫാനെ കസ്റ്റഡിയിൽ കിട്ടാൻ. ഒപ്പം തന്നെ സൽമ ബീവിയെ കൊന്ന, അതായത് ഉമ്മൂമ്മയെ കൊന്ന കേസിലാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് വൈകിട്ടോടെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് 4 കേസുകളിൽ കൂടി ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുക. 10 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയായിരിക്കും നൽകാൻ പോകുന്നത്. ആ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭ്യമായ ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുക. കാരണം എവിടൊക്കെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? 23 വയസ്സുകാരൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് എങ്ങനെ ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി? മറ്റേതെങ്കിലും ഓൺലൈൻ ഗെയിമുകളുമായിട്ട് ഈ അഫാന് ബന്ധമുണ്ടോ? അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള ഇടപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. എല്ലാ തലത്തിലൂടെയുമുള്ള ഒരു അന്വേഷണം പോലീസ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഉമ്മയുടെ മൊഴി കൂടി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അച്ഛനിൽ നിന്ന് കൃത്യമായി, ഉപ്പയിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുക. അതൊരു ചോദ്യം ചെയ്യലായിരിക്കില്ല, പകരം ഒരു കാര്യങ്ങൾ പ്രാഥമികമായി ചോദിച്ചറിയുന്ന നടപടി മാത്രമായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു പറഞ്ഞതുപോലെ അബ്ദുൾ റഹീം ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. 7:30 അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് നേരെ പാങ്ങോടേക്ക്, വെഞ്ഞാറമൂട് പാങ്ങോടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കുഞ്ഞിനെ, അതായത് ഇളയ മകനെ സംസ്കരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 7 വർഷത്തിലധികമായി അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിനു മുൻപ് പ്രവാസ ലോകത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ മടക്കയാത്ര ഇങ്ങനെ ആകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില അമ്പെ തകർന്നിരിക്കുകയാണ്. കാരണം സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, ഒപ്പം തന്നെ സഹോദരങ്ങൾ 2 പേർ, കൂടാതെ ഇളയ പുത്രൻ, ഭാര്യ, സ്വന്തം മകനാൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിനിരയായി ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം പോലീസ് വിശദമായി അദ്ദേഹത്തിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയും. ഒരുപക്ഷെ ഇനി അദ്ദേഹം തിരികെ ദമാമിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ ഒരു കൂട്ടക്കൊല കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഒരു ഭാഗത്ത് അഫാന്റെ ചോദ്യം ചെയ്യലുകൾക്കുള്ള സാധ്യതകൾ തെളിയുന്നു, മറുഭാഗത്ത് ഉമ്മയുടെ ചോദ്യം ചെയ്യലുകൾ ഇന്നുണ്ടാകും. കൂടാതെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിലേക്ക് ആ പിതാവ് ഇന്ന് പറന്നിറങ്ങുകയാണ്. വീണ. ശരി ശാലിനി, തീർച്ചയായും ഇന്ന് വളരെ നിർണായകമാണ് ഈ കേസിൽ. ശാലിനി സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു അബ്ദുൾ റഹീമിന്. അത് വരുമ്പോൾ ഒരു വലിയ കൊലക്കേസിൽ, വലിയൊരു കൂട്ടക്കൊലപാതക കേസിൽ ഇടപെട്ട് അതിൻ്റെ മറുപടി പറയുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം വരുന്നതെന്ന് പറയുന്ന സങ്കടകരമായ കാര്യമുണ്ട്. അതേസമയം തന്നെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് കേസുകളിൽ കൂടി ഇന്ന് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. മാത്രമല്ല അഫാൻ്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അവർ സ്ഥിതി സ്റ്റേബിളായി തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനുള്ളതും സാധ്യതയുമാണുള്ളത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്.
വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിലൊരു ചെറിയൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹായം എത്തിയതിന് പിന്നാലെ വയനാട് പുനരധിവാസം വേഗത്തിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീടിന് 20 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ തുകയെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, അവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ചില നടപടിക്രമങ്ങൾ കൂടി നടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വയനാട്ടിലെ പ്രത്യേകിച്ച് ചുരൽമല മുണ്ടക്കൈ മേഖലയിലെ പുനരധിവാസം അത് ഏറെ ആശങ്കയോട് കൂടിയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അതിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. റോഡിന്റെ നവീകരണം, ഒപ്പം തന്നെ KCB പോസ്റ്റുകളുടെ പുനർനിർമ്മാണം, ഒപ്പം വീടുകൾ നൽകുന്നതിലും ടൗൺഷിപ്പുകളുടെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാകും, സ്വന്തമായ ഒരു കൂരയിലേക്ക് എപ്പോൾ മാറാനെന്നുള്ള ഒരു ആശങ്ക ആ പ്രദേശത്തെ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സഹായം കൂടി കേരളത്തിലേക്ക് എത്തുന്നു. ആ സഹായം കൂടി എത്തുന്നതോടുകൂടി നടപടികൾ വേഗത്തിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 700 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തുക കൊണ്ട് മാത്രം നിർമ്മാണമോ അല്ലെങ്കിൽ പുനരധിവാസമോ ഒരു വയനാടിനെ പുനഃസൃഷ്ടിക്കാനോ കഴിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. എന്തായാലും 500 കോടിയിലധികം രൂപ കേന്ദ്രം സഹായം നൽകുകയാണ്. പലിശരഹിത വായ്പയായി നൽകുകയാണ്. വരുന്ന 50 വർഷത്തേക്ക് 50 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാനുള്ള രീതിയിലേക്ക് നൽകുകയാണ്. ആ തുക കൂടി എത്താനുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് ആ തുക കൈപ്പറ്റണം, അതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തണം എന്നുള്ളതായിരുന്നു കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കൂടി നടന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനം, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് ആ തുക നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഈ പുനരധിവാസം നൽകുന്ന കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ നൽകാൻ ഒരു വീട് എന്നതിന് എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീട് 15 വർഷത്തേക്ക് ഇത് ക്രയവിക്രയങ്ങൾ നടത്താനൊന്നും പാടില്ല എന്നുള്ള നിർണായക തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഒപ്പം തന്നെ മറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന വാടക സഹായങ്ങൾ, ഭക്ഷണ സപ്ലൈകോ വഴിയുള്ള സഹായങ്ങൾ ഒക്കെ തുടരാനുള്ള തീരുമാനമാണ്. എന്തായാലും 512 കോടിയിലധികം രൂപയാണ് സർക്കാർ നൽകുന്നത്. ഒപ്പം തന്നെ ഒരു വലിയ ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാടിനായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള സഹായ പ്രഖ്യാപനങ്ങൾ, സഹായം നൽകും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ആ തുക കൂടി ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ടൗൺഷിപ്പുകളുടെ പൂർത്തീകരണവും ഒപ്പം തന്നെ വീടുകളുടെ പുനർനിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് കാണാനുള്ള നടപടികളൊക്കെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വേഗത്തിൽ വയനാടിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു. അതിന് നിർണായക ഇടപെടലായി കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ, ഒപ്പം തന്നെ പലിശരഹിത വായ്പ അടക്കമുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ശരി ശാലിനി, കാരണം ഈ വേഗത്തിനാക്കം കൂട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നതും. ഏതായാലും ആ പണം കൂടി വിനിയോഗിച്ചുകൊണ്ട് പുനരധിവാസം നടത്താനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ശരി ശാലിനി, തിരിച്ചു വരാം മറ്റ് വിഷയങ്ങൾക്കൊക്കെയായി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനുള്ള സംസ്ഥാന കോൺഗ്രസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ നിലപാടുകളും ഒക്കെ കൂടി ആയപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി ഇതിൻ്റെ മറ്റൊരു വശം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്, ഏതായാലും സംസ്ഥാന കോൺഗ്രസിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പോകുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് പോകുന്നുണ്ട്, MP-മാർ ഇവരെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ പുനഃസംഘടന എന്ന റിപ്പോർട്ട് നിലനിൽക്കുന്നതിനിടെയാണ് ഇവരെയൊക്കെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, സംസ്ഥാന കോൺഗ്രസിൽ പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകണമെന്ന റിപ്പോർട്ട് തന്നെയാണുള്ളത്. സമ്പൂർണ്ണമായ ഒരു പുനഃസംഘടന ഉണ്ടാകണം എന്ന റിപ്പോർട്ട്. അപ്പോൾ എല്ലാവരെയും കൂടിയിരുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്, ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള പരിഹാര ശ്രമങ്ങളൊക്കെയും എത്ര കണ്ട് ഫലം കാണുമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, കഴിഞ്ഞ ദിവസങ്ങളിലായി 2 റിപ്പോർട്ടുകൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്
കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള സുനിൽ കനകുലുവിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടുകളാണ്. ഈ രണ്ട് റിപ്പോർട്ടുകളും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഒരു സമ്പൂർണ്ണമായ നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 1 വർഷം മാത്രമാണ് ശേഷിക്കുന്നത്. അടുത്ത വർഷം മാർച്ച് മാസത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരും. ഏപ്രിലിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനാൽ വരുന്ന 6 മാസത്തിനകം തന്നെ ഈ ഒരു നേതൃമാറ്റം പൂർണ്ണമായി തന്നെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പുനഃസംഘടനയിലൂടെ പുതിയ KPCC അധ്യക്ഷനും ഏതാണ്ട് 10ഓളം ജില്ലകളിൽ പുതിയ DCC അധ്യക്ഷന്മാരും ഒക്കെ വന്നാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും 3ാം തവണയും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പാർട്ടി സമ്പൂർണ്ണമായി മറ്റ് പല ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ പാർട്ടി പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകും എന്ന സന്ദേശം നൽകുന്ന റിപ്പോർട്ടാണ് കനകുലു ആണെങ്കിലും ഈ ദീപാദാസ് മുൻഷി ആണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നേതൃത്വത്തെ കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വീണ്ടും 3ാം തവണയും തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നു. അതിനാൽ തന്നെയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ ഈ പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇവരെല്ലാം ഇതിനകം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം MPമാരോടും ഡൽഹിയിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സമ്പൂർണ്ണ യോഗം കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഈ സംസ്ഥാന നേതാക്കളും തമ്മിൽ ഒരു യോഗമായി നടക്കും. അതുകൂടാതെ ഒറ്റയ്ക്ക് നേതാക്കളെ വിളിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനും സാധ്യതയുണ്ട്. ഒപ്പം ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം. കാരണം ശശി തരൂർ വലിയ തലവേദന കോൺഗ്രസിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിനകം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നു. അങ്ങനെ വിവാദങ്ങൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെ പ്രമുഖ നേതാക്കളെ എല്ലാം ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഗൗതം വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടും, പരിഹരിക്കപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കാം. ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ തുടർന്ന് വരുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ? അതെ, ദേശീയ ശാസ്ത്ര ദിനമാണ്. മാത്രവുമല്ല ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതീയരെ തന്നെ ലോകത്തിന് മുന്നിൽ ഇത്രത്തോളം അഭിമാനത്തോടുകൂടി ഇന്ന് നിൽക്കാൻ നമ്മളെ സാധിപ്പിച്ച കുറേ ശാസ്ത്രജ്ഞർ കൂടി നമ്മുടെ ഭാരതത്തിൽ നിന്നുണ്ട്. അത്തരത്തിൽ CV രാമൻ്റെ രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശാസ്ത്രദിനം ആചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. 1928 ഫെബ്രുവരി 28 വിഖ്യാത ശാസ്ത്രജ്ഞൻ CV രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന് ഫെബ്രുവരി 28 തെരഞ്ഞെടുത്തത്. ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 നിർദ്ദേശിക്കപ്പെടണമെന്ന് 1986 ദേശീയ ശാസ്ത്ര സാങ്കേതിക വിവരവിനിമയ സമിതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 1987 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കപ്പെടുന്നു. 20ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന CV രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് 1930 CV രാമൻ ഭൗതിക ശാസ്ത്രത്തിലെ നൊബൽ സമ്മാനത്തിന് അർഹനായി. ചില ദ്രാവകങ്ങളിലൂടെ പ്രകാശം കടന്നുപോകുമ്പോൾ അതിന്റെ തരംഗദൈർഘ്യം മാറുന്നു. ഈ പ്രതിഭാസമാണ് രാമൻ പ്രഭാവം. ഫിസിക്സിൽ ആദ്യമായി നൊബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനാണ് CV രാമൻ. ഈ രാമൻ പ്രഭാവം, രാമൻ സ്പെക്ട്രം ഇതൊക്കെ മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആവർത്തിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയ കാലമൊക്കെ ഓർമ്മ വരികയാണ്. പക്ഷെ അത് എത്രത്തോളം പിന്നീട് മറ്റ് നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് എത്രത്തോളം അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ചരിത്രമുറങ്ങുന്ന ഒരു ദേവാലയത്തിൻ്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം പള്ളിക്കുന്നിൽ ആണ് ഈ CSI ദേവാലയമുള്ളത്. എന്തുകൊണ്ടാണിത് ചരിത്രമുറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ദേവാലയമാണ്. പക്ഷേ ഇന്നും അത് അതേ തനിമയിൽ തന്നെ സംരക്ഷിച്ചു പോയിരുന്നതാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി വരാം.
ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടിക്കാലത്തിന് സമീപം പള്ളിക്കുന്നിലുള്ള സെന്റ് ജോർജ് CSI പള്ളി. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അതായത് ഇടുക്കി ജില്ലയിൽ തേയിലക്കൃഷി ആരംഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി പണിത ഒരു ദേവാലയമാണ്. പിന്നീട് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. 34-ലധികം ബ്രിട്ടീഷുകാരുടെ ശവസംസ്കാരം ഇവിടെ നടന്നിട്ടുണ്ട്. ആ കല്ലറകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കല്ലറകൾ കൊണ്ടാണ് ഇന്ന് ഈ പള്ളി പ്രസിദ്ധമായിട്ടുള്ളത്. പ്രൗഢിയും ചരിത്രവും ഇടകലർന്ന പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് CSI ദേവാലയം ഇടുക്കിയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ്. 1.5 പതിറ്റാണ്ടിനിപ്പുറവും പ്രൗഢമായി തലയുയർത്തി നിലകൊള്ളുന്ന യൂറോപ്യൻ നിർമ്മിതി. ജില്ലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ മലനിരകളിൽ തേയിലകൃഷി തുടങ്ങിയ കാലത്ത് 1869 ഹെൻറി ബേക്കർ ജൂനിയറാണ് ദേവാലയം നിർമ്മിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബം വിട്ടു നൽകിയ 15 ഏക്കർ സ്ഥലത്ത് കാട്ടുകല്ലുകളും കുമ്മായവും തേക്കും ഈട്ടിത്തടിയും ഓടുകളും ഉപയോഗിച്ച് യൂറോപ്യൻ ശൈലിയിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. യൂറോപ്യൻ ശൈലിയുടെ തനിമ ചോരാതെ ഇപ്പോഴും ഈ ദേവാലയം സംരക്ഷിക്കപ്പെടുന്നു. പള്ളിയോട് ചേർന്നുള്ള ബ്രിട്ടീഷ് സെമിത്തേരിയാണ് മറ്റൊരു പ്രധാന ആകർഷണീയത. അവിടെ നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത് ഈ കുതിരയുടെ ബലകത്തിലായിരിക്കും. ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾ പരുവപ്പെടുത്തിയ ജോൺ ഡാനിയൽ മൺട്രോയുടെ അരുമയായ ഡ്രൗണി എന്ന കുതിരയെ അടക്കം ചെയ്തിടം. സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന മൺട്രോയുടെ യാത്രകൾ നയിച്ചിരുന്നത് ഡ്രൗണിയാണ്. ഒരു സായാഹ്ന സവാരിക്കിടെ 1898 ആഷ്ലി എസ്റ്റേറ്റിന് സമീപമുള്ള കൊക്കയിലേക്ക് വീണ് 63-ാം വയസ്സിൽ JD മൺട്രോയും സഹചാരിയായ ഡ്രൗണിയും കൊല്ലപ്പെടുകയായിരുന്നു. തന്റെ കല്ലറയോട് ചേർന്ന് തന്നെ ഡ്രൗണിയെയും അടക്കം ചെയ്യണമെന്ന് നേരത്തെ തന്നെ മൺട്രോ പറഞ്ഞിരുന്നു. ഉറ്റവർ അത് സാധിച്ചു നൽകുകയും ചെയ്തു. മൺട്രോയ്ക്കും ഡ്രൗണിക്കും പുറമെ 34ഓളം ബ്രിട്ടീഷ് കല്ലറകളാണ് പള്ളിക്കുന്ന് പള്ളിയിലുള്ളത്. കല്ലറകൾക്ക് നടുവിലായി കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞുമാലാഖയുടെ പ്രതിമയും കാണാം. ജന്മദിനാഘോഷ വേളയിൽ മരണപ്പെട്ട 2 വയസ്സുകാരി ബ്രിജിറ്റ് മേരിയുടേതാണത്. ഇവിടുത്തെ ഓരോ കല്ലറകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അവരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ കല്ലറകളാണ് മറ്റുള്ളവ. ഇവരുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തി മടങ്ങാറുണ്ട്. ചരിത്രമുറങ്ങുന്ന കുടീരങ്ങളെ മുൻനിർത്തി സെമിട്രി ടൂറിസത്തിന്റെ സാധ്യതകൾ തേടുകയാണ് നിലവിൽ ടൂറിസം വകുപ്പ്. 31 വിദേശികളെ സംസ്കരിച്ചിട്ടുള്ള മൂന്നാർ CSI പള്ളി കൂടി ചേർത്താണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. CSI സഭാ നേതൃത്വം ടൂറിസം പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു. സെമിട്രി ടൂറിസം നിലവിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഇടുക്കിയിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അപൂർവ ചരിത്രങ്ങൾ പറയുന്ന തോട്ട വ്യവസായത്തിൻ്റെ ഗതകാല സ്മരണകളുള്ള പാരമ്പര്യം പേറുന്ന, അന്ന് പീരുമേടിലും ഇടുക്കിയിലും തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചവരുടെ ശവകുടീരങ്ങൾ കാണുവാൻ, കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനൊക്കെ സെമിട്രി ടൂറിസം വഴി കഴിയും. ഇടുക്കിയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന അവശേഷിപ്പുകൾ. സെമിട്രി ടൂറിസത്തിലൂടെ ഈ ചരിത്രത്തിന്റെ ആഴമറിയാൻ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ജോസഫിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ജനം ഡിബേറ്റിലെ പരാമർശത്തെ തുടർന്ന് റിമാൻഡിലായി ഇരിക്കുന്ന PC ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയുക. കഴിഞ്ഞ ദിവസം വിധി പറയാൻ പരിഗണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. മിഥുൻ അയ്യപ്പൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അതിനു മുമ്പായി വീണ, നമുക്കറിയാം PC ജോർജിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിയെ അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. തനിക്ക് ഓക്സിജന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഓക്സിജൻ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഒരു ദിവസം ഉറങ്ങാൻ കഴിയുകയുള്ളൂ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജാമ്യം നൽകിയാൽ അതൊരു
മോശം സന്ദേശമാണോ സമൂഹത്തിന് നൽകുന്നത് എന്ന് തുടങ്ങിയുള്ള ചില വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്ന് ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകനടക്കം അവിടേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇന്നാണ് PC ജോർജിന്റെ കേസിൽ വിധി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചു തന്നെ ആകുമല്ലോ വിധി വരിക? തീർച്ചയായിട്ടും PC ജോർജ് റിമാൻഡിൽ കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം തലേദിനെ തുറന്ന ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഹാജരായി. പിന്നീട് 14 ദിവസത്തെ റിമാൻഡിലേക്ക് വിടുകയായിരുന്നു. ഇന്ന് 4 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനിടെ നൽകിയ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും വിശദമായിട്ടുള്ള വാദമാണ് കേട്ടത്. പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പരാതിക്കാർക്കും കഴിഞ്ഞ മുൻകൂർ ജാമ്യം തള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാദങ്ങളല്ലാതെ പുതിയ ഏതെങ്കിലും വാദങ്ങൾ ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടത്. പക്ഷേ അത്തരം വാദങ്ങളെല്ലാം തന്നെ വിചാരണ സമയത്ത് തെളിവുകളുടെ എല്ലാം സാന്നിധ്യത്തിൽ പറയേണ്ട വാദമുഖങ്ങളല്ലേ എന്നാണ് PC ജോർജിന്റെ അഭിഭാഷകൻ ഈ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ചോദിച്ചത്. ഏതായാലും പോലീസ് കഴിഞ്ഞ ദിവസം എല്ലാ നടപടിക്രമങ്ങളും, അതായത് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി മറ്റു നടപടിയിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കോടതി പലതവണ ആവർത്തിച്ചെടുത്ത് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടെ ഇനി എന്തെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. പക്ഷേ റിപ്പോർട്ട് പ്രകാരം നടപടികൾ പൂർത്തിയാക്കാനില്ല. പക്ഷേ ജാമ്യം നൽകരുത് എന്നുള്ള വാദത്തിൽ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്. ഒപ്പം തന്നെ പരാതിക്കാരനും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ജാമ്യം നൽകാതിരിക്കാൻ ഏത് വകുപ്പ് പ്രകാരം വാദിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം PC ജോർജിന്റെ അഭിഭാഷകൻ എടുത്തു ചോദിച്ചു. ഒരാളുടെ റിമാൻഡിൽ തന്നെ തുടരണമെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന 3 പ്രധാന സാധ്യതകളുണ്ട്. ആ 3 പ്രധാന സാധ്യതകളും PC ജോർജിന് അനുകൂലമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് PC ജോർജിന്റെ അഭിഭാഷകൻ തുടർച്ചയായി കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതി അത് വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് PC ജോർജ്. ആൻജിയോപ്ലാസ്റ്റി അടക്കം അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട്, ശസ്ത്രക്രിയക്കടക്കം വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മികച്ച ചികിത്സയ്ക്ക് PC ജോർജിന് അവകാശമുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കസ്റ്റഡിയിൽ അദ്ദേഹം തുടരണം, റിമാൻഡിൽ അദ്ദേഹം തുടരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് PC ജോർജിന്റെ അഭിഭാഷകൻ ചോദിച്ചത്. ഏതായാലും ഈ റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ അവസ്ഥകളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു ജാമ്യം നൽകാനുള്ളൊരു സാധ്യത തന്നെയാണ് PC ജോർജുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്, കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിയോടുകൂടി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ജാമ്യം നൽകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് 11 മണിയോടുകൂടി വ്യക്തമായ ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇന്ന് രാവിലെ മിഥുൻ തന്ന മറ്റൊരു റിപ്പോർട്ടിന്റെ കാര്യം, കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന ഒരു വാർത്ത കൂടി ഉണ്ടല്ലോ. 2 പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവം എന്നുള്ളതാണ്. മറ്റ് ചില സൂചനകൾ മാത്രമേ ലഭിക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന സംശയമാണുള്ളത്. എങ്ങനെ ഈ അപകടമാണോ മറ്റെന്തെങ്കിലുമാണോ? വിവരങ്ങൾ എന്താണ്? RPF ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഇത് 3 മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നതായി കണ്ടെത്തിയത്. പാസഞ്ചർ ട്രെയിൻ കടന്നുപോയി എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പാസഞ്ചർ ട്രെയിനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് RPF എല്ലാം തന്നെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് RPF അവിടെ അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. 2 പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു അപകടമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആത്മഹത്യ അടക്കമുള്ള സാധ്യതകളുണ്ടോ എന്നടക്കം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ പ്രാഥമികമായി പരിശോധിച്ചതിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തികളാണ് മരിച്ചത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. RPF ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് നിമിഷങ്ങളിൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രാഥമികമായി ബോഡി കണ്ടെത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചറിയണം, മരണകാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും എല്ലാം വേണം. ആത്മഹത്യയാണോ ഒരു അപകട മരണമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ തീർച്ചയായും ആവേണ്ടതുണ്ട്. ഏതായാലും RPF സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പരിശോധിക്കുകയാണ്. ആശുപത്രിയിലടക്കം മാറ്റുന്നടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അന്തർദേശീയ വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അറിയിച്ചു. വരാനിരിക്കുന്ന സമാധാന ധാരണ ലോകം ആഘോഷമാക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. Mr. Starmer, the next step we're making is toward a very achievable ceasefire. We hope that can happen quickly because thousands of young people, in this case, we're not talking about Americans, we're talking about Ukrainians and Russians are being killed every week, thousands. And it's a rough battlefield. It's a flat piece of land and the bullet only stops when it hits somebody. And this week, I saw the reports, and it's I don't even want to say what they are, but thousands of people, young, vibrant people died, and we want to stop that. Senseless. Should have never happened. This will lay the groundwork for a long-term peace agreement that will return stability to Eastern Europe. On bringing an enduring end to the barbaric war in Ukraine. Mr. President, I welcome your deep and personal commitment to bring peace and to stop the killing. You've created a moment of tremendous opportunity to reach a historic peace deal, a deal that I think would be celebrated in Ukraine and around the world. That is the prize. But we have to get it right. There's a famous slogan in the United Kingdom from after the Second World War. That is that we have to win the peace. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, നമുക്കറിയാം ബൈഡന്റെ കാലഘട്ടത്തിൽ റഷ്യക്കെതിരായി നിന്നുകൊണ്ട് ഉള്ള ഒരു നിലപാട് തന്നെയായിരുന്നു അമേരിക്ക സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം റഷ്യയെ കൂടി കൂടുതൽ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്കും അല്ലെങ്കിൽ സമായ രീതികളിലേക്കുമാണ് കടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ സൗദിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ വോളോഡിമർ സെലൻസ്കിയെ പങ്കെടുപ്പിച്ചില്ല എന്നൊരു പരിഭവം സെലൻസ്കി അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് റഷ്യയും യുക്രൈനെയും ഒരുപോലെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, നാളെ വോളോഡിമർ സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കെയർ സ്റ്റാമർ അവിടെ എത്തുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ആ ചർച്ചകളിൽ അദ്ദേഹം രണ്ടുപേരും പറഞ്ഞ വാക്കുകളിൽ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ 3 വർഷമായി കഴിഞ്ഞ 2022 ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഈ യുദ്ധം അവസാനിക്കാനുള്ള ആ അവസാന ലാപ്പിൽ, അല്ലെങ്കിൽ ഇനിയുള്ള ഓട്ടം യുദ്ധം അവസാനിപ്പിക്കാനാണ് എന്ന് കൃത്യമായി നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പശ്ചാത്തലം തെളിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ രണ്ട് നേതാക്കളുടെയും ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു സമാധാന നടപടിയുടെ ഭാഗം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഈ യുദ്ധം കൊണ്ടെത്തിക്കും എന്നൊരു സാധ്യത തന്നെ നിലനിന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, യുക്രൈന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നും കർശനമായ നീക്കങ്ങളുണ്ടായി. റഷ്യയുമായി സഹകരിക്കാനുള്ള നീക്കങ്ങൾ ദേവിക പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് യുദ്ധത്തിനെതിരായൊരു നിലപാട് സ്വീകരിക്കുക എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. അത്തരത്തിൽ യുദ്ധത്തിനെതിരായ ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും പറഞ്ഞിരുന്നതാണ്, യുദ്ധത്തിന് ചെലവഴിക്കാനുള്ള കാശ് മനുഷ്യ സേവനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായ ഒരു നയപരമായ നിലപാട്, വിശാലമായ കാഴ്ചപ്പാടോടെയുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുതന്നെയാണ് അദ്ദേഹം അധികാരമേറ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിലേറെയായിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പാക്കുന്ന നീക്കങ്ങളിലെല്ലാം തന്നെ അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ എഫർട്ടുകളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുന്നു. അതിന് മറുപടിയായി കെയർ സ്റ്റാമർ പറഞ്ഞത്, ഇന്നിപ്പോൾ വാഷിങ്ടണിലെത്തിയ കെയർ സ്റ്റാമർ അതിന് മറുപടിയായി പറഞ്ഞതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത്, അല്ലെങ്കിൽ വരും കാലങ്ങളിലെ വരും തലമുറകൾ പോലും ഏറ്റുപാടിയേക്കാവുന്ന വലിയൊരു മുദ്രാവാക്യത്തിന് സമാനമായൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ലോകം തന്നെ ആ സമാധാന കരാറിനെ ആഘോഷമാക്കുമെന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ലോക സമാധാനത്തിലേക്കുള്ളൊരു നീക്കത്തിൻ്റെ ആദ്യപടിയായി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളെ കണക്കാക്കുന്നു എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തത്. തീർത്തും ആ സാഹിത്യ ഭാഷയുടെ
അർത്ഥം മാത്രമല്ല അതിൽ കാണേണ്ടത് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ആത്മബന്ധത്തിൻ്റെ ഒരു ശക്തിപ്പെടുത്തൽ കൂടിയാണ് അമേരിക്കയിൽ കെയർ സ്റ്റാമർ ചെന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് നാളെ വളോഡിമിർ സെലൻസ്കി അമേരിക്ക സന്ദർശിക്കാനിരിക്കുന്നു എന്നതാണ്. നാളെ സന്ദർശിക്കുന്നതിന് മുന്നോടിയായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് അവിടെ എത്തിയിരുന്നു, ഇമ്മാനുവൽ മാക്രോൺ എത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടലിൻ്റെ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയ ഇമ്മാനുവൽ മാക്രോണും അതുപോലെ തന്നെ കെയർ സ്റ്റാമറും രണ്ടുപേരും ഇപ്പോൾ ട്രംപിനോട് ഈ ഗൗരവമേറിയ വിഷയം യുക്രൈൻ വിഷയം സംസാരിച്ചിരിക്കുന്നു. ആ സംസാരിച്ചിരിക്കുന്നതിനെ ആ ട്രംപ് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നാളെ വളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടക്കാനിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിലെല്ലാം തന്നെ റഷ്യൻ പ്രസിഡന്റിൻ്റെ പ്രതിനിധികളെ സെർജി ലെവറോവ്, അതായത് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുമായും എല്ലാം തന്നെ ചർച്ചകൾ നടന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുക എന്ന കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് രണ്ടുപേരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം, അല്ലെങ്കിൽ കെയർ സ്റ്റാമറുടെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെയും കൂടിക്കാഴ്ചയിൽ ഏറ്റവും സുപ്രധാനവും മർമ്മപ്രധാനവും അതിനെ കേന്ദ്രീകരിക്കപ്പെടുന്നതുമായ ഒരു വിഷയം യുക്രൈൻ യുദ്ധത്തെ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കുക എന്നത് തന്നെയാണ്. 3 വർഷത്തിന് ശേഷം, ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരിയിൽ 3 വർഷം തികഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 3 വർഷമായി തുടരുന്ന യുദ്ധം നിരവധി പേരുടെ ജീവനെടുത്തു, രക്തച്ചൊരിച്ചിലിന് വഴിയുണ്ടാക്കി. എവിടെ നോക്കിയാലും ബുള്ളറ്റുകളുള്ള അല്ലെങ്കിൽ വെടിയുണ്ടകൾ എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതിൽ നിന്ന് തന്നെ അതിൻ്റെ ഭീതിജനകമായ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറുപടിയായി ആരംഭിച്ചത് തന്നെ കെയർ സ്റ്റാമർ ആരംഭിച്ചത് തന്നെ ബാബറിക് യുദ്ധം, അതല്ലെങ്കിൽ ഇത്തരം മൃഗീയമായ നിഷ്ഠൂരമായ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം തങ്ങൾക്കുണ്ട് എന്ന് വളരെ കൃത്യമായി കെയർ സ്റ്റാമറും പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് ലക്ഷ്യങ്ങളുടെയും ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷകളുള്ള വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. ശക്തമായ ഇടപെടൽ രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നാളെ നടക്കുന്ന ഈ വളോഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ 3 കക്ഷികളും, അതായത് അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും ചേർന്നുള്ള ഒരു തുടർ നീക്കങ്ങൾ നടക്കാനും യുദ്ധം ശാശ്വതമായി സമാധാനത്തിലേക്ക് നീങ്ങാനും തുടർ നടപടികൾ, അതായത് നമുക്കറിയാവുന്നതാണ് ഇതിന് ശേഷം യുക്രൈനെ ആക്രമിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് എന്ത് നടപടി എന്ന ചോദ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യം നേരിട്ട് ചോദിച്ചതും കെയർ സ്റ്റാമറാണ്. ഇതിനെല്ലാം തന്നെ മറുപടി വരാനിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും, ഈ കൂടിക്കാഴ്ചയിലെ അംശങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ദേവിക. ശരി. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും ചാപ്പലിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തെന്നും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ശ്വാസമെടുക്കുന്നതിലെ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല. വൃക്കയിലെ പ്രശ്നങ്ങളിലും ആശങ്ക വേണ്ട. ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ട്. ലാബ് പരിശോധനാ ഫലങ്ങളിലും പുരോഗതിയുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. രണ്ടാം ഘട്ട ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതായി ഈജിപ്ത്. മധ്യസ്ഥ രാജ്യം കൂടിയായ ഖത്തർ, US, ഇസ്രായേൽ പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കാനിരിക്കെയാണ് ചർച്ചകൾ. ഗാസയിൽ മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നതായി ഈജിപ്തും ഖത്തറും അറിയിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് 1928 ഫെബ്രുവരി 28 CV രാമൻ കണ്ടെത്തിയ രാമൻ പ്രഭാവം. CV രാമന് പുരസ്കാരം നേടിക്കൊടുത്ത ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ വർഷവും ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നു. ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വികസിത ഭാരതത്തിനായും ആഗോള നേതൃത്വത്തിനായും ശാസ്ത്ര നവീകരണ മേഖലകളിൽ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ ശാസ്ത്രദിനത്തിന്റെ പ്രമേയം. യുവമനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക, വിപ്ലവകരമായ സംഭാവനകൾ അംഗീകരിക്കുക, ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങൾ ആഘോഷിക്കുക എന്നിവയിലായിരിക്കും ഈ പ്രമേയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർഷങ്ങൾക്കു മുൻപ് 1928 ഫെബ്രുവരി 28 ഭാരതത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത CV രാമനാണ് അദ്ദേഹത്തിന്റെ രാമൻ പ്രഭാവം അവതരിപ്പിക്കുന്നത്. കടലിന് നീല നിറമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ നേട്ടം. ആകാശത്തിന് നീല നിറമാണെന്നും ആ നിറം കടലിൽ പ്രതിഫലിക്കുന്നതാണെന്നുമായിരുന്നു ആളുകൾ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്ന് കണ്ടെത്തിയത് CV രാമനായിരുന്നു. ഇത് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന ശാസ്ത്ര വിഷയത്തിലേക്ക് വഴിവെച്ചു. പ്രകാശം ജലത്തിൽ വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു.
ആ കണ്ടുപിടുത്തമാണ് ഭാരതത്തിലേക്ക് ആദ്യമായി നൊബേൽ സമ്മാനത്തിന് വഴിയൊരുക്കിയത്. ഇന്ന് ഭാരത ശാസ്ത്രലോകം ഓരോ വർഷവും നിരന്തരം കണ്ടുപിടുത്തങ്ങളുമായി രംഗത്തെത്തുന്നു. കരയും കടലും കടന്ന് ബഹിരാകാശത്തും ചരിത്രം കുറിച്ചു. ചന്ദ്രയാൻ 3 ആദിത്യ L1 ശാസ്ത്രലോകത്തിന്റെ സംഭാവനകളാണ്. ഇനി ഗഗൻയാനും ശാസ്ത്രലോകത്തിന് മുന്നിലുണ്ട്. ശാസ്ത്രലോകത്തിലെ അറിവുകൾ പുതുക്കി പുതുതലമുറയെ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കട്ടെ എന്നത് തന്നെയാണ് ഇത്തവണത്തെ ശാസ്ത്ര സന്ദേശവും. നാഷണൽ ഡെസ്ക്, ജനം. അഫാന്റെ ബാപ്പ നാട്ടിലെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു കൂട്ടക്കൊല നടന്നു, സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് അഫാൻ മൊഴി നൽകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ അതാണ് വ്യക്തമാക്കിയത്. എത്രത്തോളം ശരിയാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒന്ന്, കുടുംബമാകെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ അതേസമയം തന്നെ അബ്ദുൾ റഹീമിൻ്റെ ചോദ്യം ചെയ്യലും മറ്റും നടക്കേണ്ടതുണ്ട്. കാരണം ഈ വലിയ ഒരു കൂട്ടക്കൊലയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, സാമ്പത്തിക പ്രയാസം തന്നെയായിരുന്നു ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാകാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിൽ നിന്നുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം അഫാനെ കഴിഞ്ഞ ദിവസം ഒരു കേസിൽ, സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, അബ്ദുൾ റഹീം നാട്ടിലെത്തിയോ? വിമാനത്താവളത്തിൽ വിമാനം എത്തിച്ചേർന്നു എന്ന് റിപ്പോർട്ടുണ്ട്. പുറത്തേക്ക് വന്നു അബ്ദുൾ റഹീം? വീണ, അല്പസമയത്തിന് മുൻപാണ് ദമാമിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. ആ വിമാനത്തിൽ അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളാണ് വെഞ്ഞാറുമൂട്ടിൽ നിന്നും എത്തി അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. മാനസികാവസ്ഥയടക്കം വളരെ വൈകാരികമായി തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. നിലവിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നേരെ പോകുന്നത് വെഞ്ഞാറുമൂട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ DK മുരളി MLA വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പാങ്ങോട് ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മകനെ സംസ്കരിച്ച പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ പോയി അദ്ദേഹത്തിന്റെ ഇളയ കുഞ്ഞിന്റെ കബറിടം കാണുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കാണാനായി പോവുക. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ആ ദിവസത്തിലാണ് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്തേക്ക് ജന്മനാട്ടിലേക്ക് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും അദ്ദേഹത്തിന് അവിടെ നേരിടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാതെ, യാത്രാരേഖകൾ പുതുക്കാതെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ദമാമിൽ തന്നെ അദ്ദേഹം ഒരു കാർ വർക്ക്ഷോപ്പ് സ്ഥാപനത്തിൽ ജോലി നോക്കി വരികയായിരുന്നു കഴിഞ്ഞ 1 മാസത്തിലേറെയായി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് യാത്രാരേഖകളൊക്കെ പുതുക്കി നൽകി അദ്ദേഹത്തിന് ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരികെ അദ്ദേഹം മടങ്ങുമോ, അതോ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബാധകളും ഒക്കെ എങ്ങനെ തീർക്കുമെന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ അടക്കം ഇല്ലാതായി മറ്റൊരു മകൻ കൊലപാതകയായി ജയിലിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അബ്ദുൾ റഹീം പറന്നിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വെഞ്ഞാറുമൂട്ടിലെത്തും. വെഞ്ഞാറുമൂട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, മാനസികാവസ്ഥ തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ ആരായുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്വന്തം മകനാൽ സ്വന്തം ഉമ്മ, ഒപ്പം തന്നെ സഹോദരങ്ങൾ 2 പേർ, കൂടാതെ ഭാര്യ ആശുപത്രിയിലാകുന്നു, ഇളയ പുത്രൻ ഇല്ലാതാകുന്ന സാഹചര്യം. അത് വളരെ വൈകാരികമായി തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. നിറകണ്ണുകളോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുമുള്ളത്. എന്തായാലും ഇന്ന് നിർണായകമായ ദിവസമാണ്. ഷെമിയെ ഇന്ന് മൊഴിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി പോലീസ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനും 4 പേരുടെ കൊലപാതകത്തിൽ ഇന്ന് അറസ്റ്റ് അഫാന്റെ രേഖപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉമ്മൂമ്മയുടെ മരണത്തിൽ മാത്രമാണ്. ആ കൊലപാതകത്തിൽ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാത്രിയോടുകൂടി മജിസ്ട്രേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. മറ്റ് 4 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ അഫാനിൽ നടത്താനുള്ള നടപടിയിലേക്കാണ് വെഞ്ഞാറമൂട്
വെഞ്ഞാറമൂട് പോലീസ് അടക്കം കടക്കുകയും ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു അരുംകൊലയിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ അഫാൻ പറയുന്നത്. അതുതന്നെയാണോ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാനാണ് ഇന്ന് ഷെമിയുടെ കൂടി മൊഴി പോലീസ് രേഖപ്പെടുത്താനൊരുങ്ങുന്നത്. കൂടാതെ ഈ അച്ഛനിൽ നിന്നും അബ്ദുൾ റഹീമിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് പരിശോധിച്ച ശേഷമായിരിക്കും ആ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ആ ഒരു മൊഴിയെടുക്കലിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഏറെ നിർണായകമായ ഒരു കേസിൽ അതിന്റെ നിർണായകമായ ദിവസമായി ഇന്ന് കാണുകയാണ്. മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഷെമിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടൊരു ഏകദേശ ചിത്രം തെളിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വീണ. ഓക്കെ, ശരി ശാലി. മുൻപത്തെ വഖഫ് അധിനിവേശത്തിന് പരിഹാരം തേടാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 3 മാസം കൂടി നീട്ടി നൽകി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ അധികാരം സംബന്ധിച്ച ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം സ്വയം നിർത്തിവെച്ചിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുൻപത്തെ വഖഫ് അധിനിവേശ ശ്രമവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവിടുത്തെ ജനങ്ങൾക്ക് ആ ഭൂമി അത് തിരികെ ലഭിക്കാനുമുള്ള പൂർണ്ണ അവകാശത്തോട് റവന്യൂ അവകാശങ്ങളോടുകൂടി ലഭിക്കുന്നതിനുള്ള വഴി തേടാൻ കൂടിയാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. എന്നാൽ ആ കമ്മീഷന്റെ പ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടാവുന്നത്. എന്തധികാരമാണ് ഇത്തരമൊരു ജുഡീഷ്യൽ കമ്മീഷനുള്ളത്, ഇത് ഏത് രീതിയിലുള്ള പ്രയോജനം ചെയ്യുമെന്ന അടക്കമുള്ള ചോദ്യങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഈ ഒരു ചോദ്യം ഉയർന്ന പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഈ വഖഫ് സംരക്ഷണ സമിതിയും മറ്റും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെയും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം സ്വയം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനമില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നതാണ് സർക്കാരിന് മുന്നിൽ. എന്നാൽ അത് പ്രവർത്തനം നിർത്തിവെച്ചത് മൂലം നടന്നിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 3 മാസം കൂടി ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് വരുന്ന മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതും. എന്തുതന്നെയായാലും മുൻപത്തെ വഖഫ് അധിനിവേശ ശ്രമങ്ങൾക്ക് പരിഹാരം കാണാൻ ജുഡീഷ്യൽ കമ്മീഷനും പരിമിതികളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഹൈക്കോടതിയുടെ ഈ പരാമർശത്തിലൂടെ എല്ലാം തന്നെ നിലനിൽക്കെയാണ് ഇതിൻ്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വഖഫ് ട്രിബ്യൂണലും ഇല്ലെങ്കിൽ ഹൈക്കോടതിയും അടക്കം പിന്നീട് എന്ത് പരിഗണനയാവും നൽകുക, അതിലുപരിയായി ആ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ എന്ത് കാര്യങ്ങൾ മുന്നോട്ടുള്ള കാലത്ത് ചെയ്യും എന്നതും എല്ലാം നിർണായകമായിരുന്നു. എന്നാൽ ആ ഒരു വലിയ ആശങ്കകൾ നിലനിൽക്കെ തന്നെ മുനമ്പം സമരം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കമ്മീഷന്റെ പ്രവർത്തനം 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി സുധീഷ്. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ നേതാക്കൾ ഡൽഹിയിൽ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, MP മാർ തുടങ്ങിയവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. സമ്പൂർണ്ണ പുനഃസംഘടനയെന്ന സുനിൽ കനഗലു റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ ദിവസം തന്നെ നേതൃയോഗം നടന്നപ്പോഴും KPCC നേതൃമാറ്റത്തിലൊന്നും യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പുറത്തേക്ക് വന്നപ്പോൾ സംസാരിച്ചത്. പക്ഷേ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് തെളിയിക്കുക തന്നെയാണ് ഇന്ന് നേതാക്കളെല്ലാം ഡൽഹിയിലെത്താൻ കാരണമെന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്, അല്ലേ? ദേവിക, കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഉള്ളതുപോലെ ഗ്രൂപ്പിസം അതിശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമൊക്കെ പല തട്ടുകളിലാണ്. ഒപ്പം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ആണെങ്കിൽ കേരളത്തിൽ ചില ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പിസം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ
അലട്ടുന്നത്. കാരണം രാജ്യത്തെങ്ങും കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസിനാകെ ഇന്ത്യയിൽ ഇപ്പോൾ അധികാരം ശേഷിക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അതും ഉത്തര ഭാരതത്തിൽ, ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഹിമാചൽ പ്രദേശ് പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലുള്ളൂ. പിന്നുള്ളത് ദക്ഷിണ ഇന്ത്യയിലെ തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയുമാണ്. വിശാലമായ ഉത്തരേന്ത്യയിലെ ഒറ്റ സംസ്ഥാനത്ത് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്നു. അതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവ് അല്പമെങ്കിലും ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഒക്കെ ഉത്തരേന്ത്യയിൽ തോൽവി ഉറപ്പിച്ചു കഴിയുമ്പോൾ വന്ന് മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടുത്തെ തീവ്ര ഇസ്ലാമിക വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികളുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം, ആ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം അവർ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെങ്കിലും അധികാരം പിടിക്കണമെന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. അതിനാൽ ഗ്രൂപ്പ് കളിച്ച് കേരളത്തിൽ കൂടി പാർട്ടി പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസിനെ മഷിയിട്ട് നോക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് മുഴുവൻ നേതാക്കളും എത്തിയിരിക്കുന്നു. ഇന്ന് ദേശീയ നേതൃത്വം ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഒരുമിച്ചിരുത്തിയും അതല്ലാതെ ഓരോരുത്തരെയായി വ്യത്യസ്തമായും ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. കെ സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സുധാകരന് കൃത്യമായി തന്നെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ഒക്കെ പാർട്ടിയിൽ ഉയർന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഒപ്പം 10ഓളം DCCകളുടെ അഴിച്ചുപണി വേണം എന്നത് സംബന്ധിച്ചുള്ളൊരു വികാരവും പാർട്ടിക്കകത്ത് ശക്തമാണ്. അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം സുനിൽ കനകലുവും അതോടൊപ്പം ദീപാദാസ് മുൻഷിയും, ഈ രണ്ടുപേരുടെയും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും സംസ്ഥാനത്ത് ഒരു പുനഃസംഘടന, അതായത് സമ്പൂർണ്ണമായ പുനഃസംഘടന അനിവാര്യമാണ് എന്ന വികാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് ഈ സുനിൽ കനകലുവിൻ്റെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷൻ ഒപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും MP-മാരോടും ഡൽഹിയിലേക്ക് എത്താൻ ദേശീയ നേതൃത്വം പറഞ്ഞത്. ദേവിക. ഗൗതം, അതേസമയം ഈ വലിയ സമൂലമായ ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ മാറ്റം ഇപ്പോൾ വിളിപ്പിച്ച നേതാക്കൾ കൂടാതെ മറ്റുള്ളവരെയും ഈ നേതൃതലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിൽ ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഇവിടെ സംസ്ഥാനത്ത് ഇതൊന്നും ഇവർ വ്യക്തമാക്കുകയുമില്ല. ഹൈക്കമാൻഡിൽ നിന്ന് എപ്പോഴും എന്ത് ചോദിച്ചാലും ഹൈക്കമാൻഡിൽ നിന്ന് തീരുമാനം വരണം എന്നുള്ളതാണല്ലോ. പക്ഷേ അങ്ങനെയും ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളല്ലാതെ, അതായത് MP-മാർ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് തുടങ്ങിയവരെ കൂടാതെ ഉള്ള ആളുകളെയും ഒക്കെ ഈ യോഗത്തിൽ പ്രതീക്ഷിക്കണോ? വീണ, MP-മാരെയും ഡൽഹിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ വിവിധ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അടൂർ പ്രകാശിൻ്റെ പേരാണ് അതിൽ ലിസ്റ്റിലുള്ള ഒരാൾ. അതായത് ഇദ്ദേഹം ആറ്റിങ്ങൽ MP-യും മുൻപ് ഏതാണ്ട് 90കൾ മുതൽ തന്നെ പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്നും വിജയിച്ചു വരുന്ന MLA-യുമാണ്. അതിനാൽ അടൂർ പ്രകാശ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ബെന്നി ബെഹനാൻ MP-യുടെയും അതോടൊപ്പം തന്നെ അങ്കമാലി MLA റോജി M. ജോണിൻ്റെയും ഒക്കെ പേരുകൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അതിനാൽ ഈ നേതാക്കളോടെല്ലാം ഡൽഹിയിലെത്താൻ പറയുകയും ഇവരുമായെല്ലാം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൂടിക്കാഴ്ച നടത്തി ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. വരുന്ന 6 മാസത്തിനകം പുനഃസംഘടന പൂർത്തീകരിച്ച് ഒപ്പം മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കൂടി തീരുമാനിക്കണം എന്ന വികാരമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് സംഘടനയിലെ പൂർണ്ണമായ അഴിച്ചുപണി വളരെ വേഗത്തിൽ നടത്തണം. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം കൂടി വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കണം എന്നതാണ് ഈ 2 റിപ്പോർട്ടുകൾക്കകത്ത് വെച്ചിട്ടുള്ള നിർദ്ദേശം. കാരണം ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. നവംബർ മാസത്തിലാകും തെരഞ്ഞെടുപ്പ് നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് 3 മാസം കഴിഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരികയാണ്. അതിനാൽ ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് ഈ സമയത്ത് സജ്ജമാകാതെ സുനിൽ കനകലുവിൻ്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും എടുത്തു പറയുന്നത് കോൺഗ്രസ് എല്ലാം സമയത്താണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെങ്കിലും സംഘടനയിലെ അഴിച്ചുപണികളൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ നടത്താൻ ശ്രമിക്കുന്നു. അതാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘടനയുടെ പരിപൂർണ പരാജയത്തിലേക്ക് കാര്യങ്ങളെ നീക്കുന്നത്. അതിനാൽ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും വളരെ മുൻപ് തന്നെ സംഘടനാ സംവിധാനവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും എല്ലാം പൂർത്തിയായി
ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ അർത്ഥത്തിലും സജ്ജമാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കേരളത്തിലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്ന വികാരം ഈ റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പ്രമുഖ നേതാക്കളെ കൂടാതെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്ന പട്ടികയിലുള്ള നേതാക്കളെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ശരി, ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. കോയമ്പത്തൂർ സ്ഫോടന കേസ്. ആ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി ഭാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NCHDR പ്രവർത്തകർ. നേരത്തെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് NCHDR. ഭാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. ഇതോടെ നിരോധിത ഭീകരവാദ സംഘടനകളുമായി NCHDR എന്ന സംഘടനയ്ക്കുള്ള ബന്ധമാണ് പുറത്തു വരുന്നത്. ഈ ബന്ധം അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഈ സംശയങ്ങളെല്ലാം, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട സംശയങ്ങളെ കൂടുതൽ സംശയത്തിന് നിഴലിൽ എത്തിക്കുന്നതാണ് ഇപ്പോൾ ഈ സന്ദർശനം. വിവരങ്ങൾ. വീണ, അതായത് ഈ അടുത്ത് ഏറ്റവും അധികം ഈ പ്രവർത്തനം ആരംഭിച്ചൊരു മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് ഈ NCHDR എന്ന ഈ സംഘടന. ഈ സംഘടനയ്ക്ക് ആരംഭിച്ചത് മുതൽ തന്നെ നിരോധിത തീവ്രവാദ സംഘടനകളായിട്ടുള്ള ഈ സിമി, PFI പോലുള്ള സംഘടനകളിൽ നിന്നുള്ള ആളുകളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് എന്നൊരു ഗുരുതര ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ സംഘടനയിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇടപെടൽ. അതായത് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ മാസമാണ് മരണപ്പെട്ടത്. അയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഈ NCHDR-ലെ മുഖ്യ പ്രവർത്തകരായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള വിളയോട് ശിവൻകുട്ടിയാണ് ഈ ഇത്തരത്തിലൊരു സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിൽ നേരിട്ടെത്തി പ്രതിയുടെ മക്കൾക്ക് ആശ്വാസം പകരാനാണ് തങ്ങൾ അവിടെ എത്തിയത് എന്ന ഫേസ്ബുക്ക് കുറിപ്പടക്കം ഈ സംഘടനയുടെ ഉൾപ്പെട്ടവർ കൃത്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം പങ്കുവെക്കുന്നുണ്ട്. അതിൽ അവർ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു സ്ഫോടന കേസിൽ, അതായത് സ്ഫോടന കേസിൽ പ്രതിയായിട്ട് 51 പേരുടെ ജീവനെടുത്ത സ്ഫോടനമായിരുന്നു. ആ സ്ഫോടന കേസിൽ പെട്ട് ജയിലറയ്ക്കുള്ളിലായിട്ടിരിക്കുന്ന ഭാഷ എന്ന് പറയുന്ന ആ പ്രതിയുടെ വീട്ടിലാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി അവർ അവരുടെ ഫേസ്ബുക്കിൽ അടക്കം പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ NCHDR എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ളവരുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ, ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് കൃത്യമായി പറയാൻ സാധിക്കും എന്നതാണ്. ഇവർ തന്നെയാണ് ഇവരുടെ ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ കൃത്യമായി പുറലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിളയോട് ശിവൻകുട്ടി ഈ പ്രതിയുടെ വീട്ടിലെത്തുന്നതും ഇവരുടെ മകനും ഒപ്പം നിൽക്കുന്നതും അടക്കമുള്ള ഈ ഫോട്ടോകളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ നിരോധിത തീവ്രവാദ സംഘടനകളുമായി ഈ സംഘടനയ്ക്ക് കൃത്യമായി ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിൽപ്പെട്ട് ജയിലറയ്ക്കുള്ളിലാകുന്നവർക്ക് സഹായം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ഭാഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് 10,000-ങ്ങളായിരുന്നു അന്ന് ഈ തമിഴ്നാട്ടിൽ തടിച്ചുകൂടിയത്. ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു കൃത്യം ചെയ്ത 51 പേരുടെ ജീവനെടുത്ത ഭീകരവാദിയുടെ വീട്ടിൽ എത്തുകയും അത് പൊതുമധ്യത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ വിളയോട് ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് അതിലൊരു യാതൊരു മടിയും ഇല്ല എങ്കിൽ ഈ സംഘടനയുടെ പ്രവർത്തനം അത് ഏത് തരത്തിലായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. വീണ. ഓക്കെ, ശരി അനഘ. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ സംസ്കാര ചടങ്ങുകൾ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നടക്കും. P. രാജുവിന്റെ ബന്ധുക്കൾ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ഒഴിവാക്കുന്നതിലെ നിലപാട് പാർട്ടിയെ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നു. പറവൂർ മുൻ MLA ആയ രാജുവിനെതിരെ പാർട്ടിയിൽ നിലപാടെടുത്തവർ സംസ്കാര ചടങ്ങിന് എത്തരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ മാനസിക പീഡനം P. രാജുവിന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം P. രാജു അവസാന കാലഘട്ടങ്ങളിൽ പാർട്ടിയിൽ സജീവമായിരുന്നില്ല, ഒരു വിട്ടുനിൽപ്പ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. അതിന് കാരണക്കാരായ ആരും തന്നെ സംസ്കാര ചടങ്ങിൽ എത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ബന്ധുക്കൾ പറയുകയാണല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. കാരണം
ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ടാണ് പി രാജുവിനെതിരെ CPI ഒരു നടപടിയെടുക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പി രാജു എന്നും കാനം വിരുദ്ധ ചേരിയിൽ, കാനം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ പോലും അതിൻ്റെ വിരുദ്ധ ചേരിയുടെ ആളായി എറണാകുളം ജില്ലാ കമ്മിറ്റി പിടിച്ചു നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ സമ്മേളനത്തോടെയാണ് CPIയുടെ ജില്ലാ സമ്മേളനത്തോടെയാണ് അതിലൊരു മാറ്റം വരുന്നത്. ആ ഒരു കാലയളവിൽ തന്നെയാണ് രാജുവിനെതിരെ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ടുള്ള നടപടി വരുന്നത്. എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം കൺട്രോൾ കമ്മിറ്റിക്ക് പി രാജു പരാതി നൽകുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ രാജു പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടെന്ന് കണ്ടെത്തുകയും ഈ നടപടികളെല്ലാം പിൻവലിക്കണമെന്ന് നിർദ്ദേശവും വന്നു. എന്നാൽ ആ നിർദ്ദേശം വന്നിട്ടും 2 മാസം കഴിഞ്ഞിട്ടും ജില്ലാ കൗൺസിലിലേക്ക് പോലും പരിഗണിക്കാതെ, ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് പോലും പരിഗണിക്കാതെ പൂർണ്ണമായും ഒഴിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിനോയ് വിഷം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം വന്നിരുന്നിട്ട് പാതി വഴിയിൽ ഒരു ആൾക്കാർ സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ വരുമ്പോൾ അദ്ദേഹം ഇറങ്ങി ആ വേദിയിൽ നിന്നും ഇറങ്ങി മടങ്ങുന്ന കാഴ്ച കണ്ടതാണ്. ആ രീതിയിൽ വലിയ അവഹേളനമാണ് പാർട്ടിയിൽ നിന്നും നേരിട്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബന്ധുക്കൾ, ഇവരുടെ കുടുംബം പറയുന്നു ഇത്തരം മാനസികമായ പീഡനങ്ങൾ തന്നെയാണ് ഇത്രയും വേഗം പി രാജു മരണപ്പെടാനുള്ള പ്രധാന കാരണം. അദ്ദേഹം ചികിത്സയിലൂടെയും മറ്റും അർബുദ രോഗത്തിൽ നിന്നും പതിയെ കരകയറി വരുമ്പോൾ ഇത് വലിയ മാനസിക ആഘാതം സൃഷ്ടിച്ചു. അതുതന്നെയാണ് ഇസ്മയിൽ അടക്കമുള്ള CPIയുടെ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം വലിയ ഒരു അവഗണനയും മറ്റും നേരിട്ടത് കൊണ്ട് തന്നെ ആ പാർട്ടിയോട് വലിയ ഒരു അമർഷമാണ് പി രാജുവിൻ്റെ കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഓഫീസിൽ പൊതുദർശനം നടത്തേണ്ട എന്നും ഇത്തരത്തിൽ പി രാജുവിനെ മാനസികമായി വിഷമിപ്പിച്ചവരാരും സംസ്കാര ചടങ്ങിനോ അന്തിമോപചാരം അർപ്പിക്കാനോ വരേണ്ടതില്ലെന്നുമാണ് ബന്ധുക്കളുടെ നിലപാട്. അതോടൊപ്പം തന്നെയാണ് പി രാജുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി പാർട്ടിയുടെ ഇത്തരം അവഗണനയ്ക്കും മറ്റും മേൽ ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതും വളരെ ഗൗരവതരമാണ്. കാരണം 2 തവണ MLA, 2 ടേൺ ജില്ലാ സെക്രട്ടറി എന്നതടക്കം AITUCയുടെ സമുന്നത നേതാവായി സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് പി രാജു. വർഷങ്ങളിലെ 50 വർഷത്തിലധികമായി പാർട്ടി അംഗത്വത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത്തരം ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ അവഹേളനം നടക്കേണ്ടി വരുന്നു. ഈ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരായ നടപടികൾ പിൻവലിച്ചു എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് CPI എത്തുന്നത്. അതുതന്നെയാണ് ബന്ധുക്കൾ ചോദിക്കുന്നതും. ഈ മരണത്തിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ്? അദ്ദേഹം വേറെ നാൾ പ്രവർത്തിക്കാവുന്നതായിരുന്നു, പാർട്ടിയെ നയിക്കാവുന്നതായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഒരു ദിവസം മുമ്പെങ്കിലും ഈ ഒരു വാർത്താക്കുറിപ്പ്, ഈ ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സംഭവിക്കുകയില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നു ആര് പാർട്ടിയിൽ നിന്ന് വന്നാലും അത് തീരുമാനമായോ എന്ന കാര്യമായിരുന്നു തിരക്കുന്നതും. അങ്ങനെ പാർട്ടിയിൽ തിരികെ വരണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പി രാജു. എന്നാൽ അതിലെല്ലാം നിരാശ മാത്രമായിരുന്നു. ആ പാർട്ടിയിൽ നടത്തിയ വിശ്വാസത്തിന് പാർട്ടിയിൽ നിന്ന് തിരികെ ലഭിച്ചത് കടുത്ത വേദന മാത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബന്ധുക്കൾ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളതും. ദേവിക. UK വിദ്യാഭ്യാസം ഇനി കൊച്ചിയിലും. ഇന്ത്യയിലെ ആദ്യത്തെ UK അംഗീകൃത ക്യാമ്പസായ PGS ഗ്ലോബലിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചു. വിദേശ സർവകലാശാലകളിലെ വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ നാട്ടിൽ നേടാൻ സഹായിക്കുന്ന ഫീനിക്സ് ഗ്രാജുവേറ്റ് സ്കൂളിന്റെ ബ്രാൻഡ് ലോഞ്ച് കേന്ദ്ര വനിതാ ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂർ നിർവഹിച്ചു. ഇന്ത്യയിൽ UK അക്കാദമിക് പ്രോഗ്രാമുകൾ മാത്രം നടത്തുന്ന സ്ഥാപനമാണ് ഫിനിക്സ് ഗ്രാജുവേറ്റ് സ്കൂൾ. UK ഗവൺമെന്റിന് കീഴിലുള്ള 12 യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുള്ള 40ഓളം ഫൗണ്ടേഷൻ ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, സ്കിൽ ഡെവലപ്മെന്റ്, ഡോക്ടറേറ്റ് കോഴ്സുകൾ ഇവിടെ ലഭ്യമാക്കുന്നു. PGS ഗ്ലോബലിൽ ആദ്യ വർഷങ്ങളിലെ പഠനത്തിന് ശേഷം ഫൈനൽ ഇയർ പഠനം UK-യിലോ UK അംഗീകാരമുള്ള മറ്റ് രാജ്യങ്ങളിലെ കോളേജുകളിലോ പൂർത്തിയാക്കാനാകും. PGS ഗ്ലോബലിന്റെ ആദ്യ ക്യാമ്പസാണ് കൊച്ചിയിലേതെന്ന് PGS ഗ്ലോബൽ ചെയർമാനും MD-യുമായ N. അറാഫത്ത് അലി പറഞ്ഞു. UK പോലുള്ള കൺട്രിയുടെ പ്രോഗ്രാം അല്ലെങ്കിൽ വേൾഡ് വൈഡുള്ള യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന അഫ്കോൾ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ അണ്ടറിൽ വരുന്ന എൻഡയർ UG, PG, മാസ്റ്റേഴ്സ്, ഡോക്ടറേറ്റ്, ടെക്നിക്കൽ പ്രോഗ്രാം വരുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് നരേന്ദ്രമോദിജി ഏറ്റവും കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഓൺ ക്യാമ്പസ് കൊച്ചിയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള മാതൃകാപരമായ ചുവടുവെപ്പാണ് PGS ഗ്ലോബൽ നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പമാണ് ഇതിലൂടെ പ്രാവർത്തികമാകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ. इस कार्यक्रम के आयोजन करता हूं मैं धन्यवाद
जैसी सुंदर नगरी में, और वो भी ये महत्वपूर्ण कार्यक्रम में जो शिक्षा के क्षेत्र में दिन प्रतिदिन प्रगति और जो माननीय नरेंद्र मोदी जी की जो संकल्पना को विकसित भारत की उसको आगे बढ़ाने का काम इस संस्था ने किया है, उनको मैं धन्यवाद और बधाई देना और शुभकामनाएं देना चाहूँगी। സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും ഇൻഡസ്ട്രി വിസിറ്റ് പോലുള്ള പ്രായോഗിക പരിശീലനങ്ങളും സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികളെ ജോലിക്ക് പ്രാപ്തരാക്കുന്നതായിരിക്കും PGSലെ അക്കാദമിക പ്രോഗ്രാമുകൾ. 18 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് UK അംഗീകൃത പ്രോഗ്രാമുകളിൽ ചേരാൻ കഴിയും. ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ TJ വിനോദ് MLA, ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ സർജുൻ സലീം, പത്മജ വേണുഗോപാൽ, മനോരഞ്ജന ഗുപ്ത, ജോസ് തെറ്റയിൽ, TPM ഇബ്രാഹിം ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊച്ചി. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടും. അതെ, സാധാരണയേക്കാൾ 2 മുതൽ 3 സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. നാളെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നൊരു സാഹചര്യമുണ്ട്. സൂര്യാഘാതം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണോ പ്രവചിക്കുന്നത്? കൂടുതൽ മാർഗരേഖകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? ദേവിക, രാജ്യത്ത് തന്നെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലമായി കേരളം മാറുകയാണ്. അതിൽ കണ്ണൂരാണ് ഏറ്റവും മുൻപിലുള്ളത്. കണ്ണൂർ എയർപോർട്ടിലാണ് 40 ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമാനമായി തന്നെയാണ് മിക്ക ജില്ലകളിലും, പ്രത്യേകിച്ച് പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലും താപനില ഉയരുകയാണ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ ദിവസങ്ങളേക്കാൾ ചൂട് ഉയരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ദിവസവും നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വിശ്രമം അല്ലെങ്കിൽ നേരിട്ട് വെയിൽ കൊള്ളുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. കൂടുതൽ വെള്ളം കുടിക്കണമെന്നൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുകൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് പല ഇടങ്ങളിലും തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. കാട്ടുതീ കൂടുതലായി ഉണ്ടാകുന്ന സാഹചര്യം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്നും നൽകുന്നുണ്ട്. ഇന്നലെയോടുകൂടി സംസ്ഥാനത്ത് വേനൽ മഴ എത്തുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. പല ജില്ലകളിലും, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ചെറിയ ചാറ്റൽ മഴയായി വേനൽ മഴ എത്തിയിട്ടുണ്ട്. പക്ഷേ നാളെ മുതൽ കാര്യമായി തന്നെ മഴ ലഭ്യമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെ 3 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റിന് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഇടവേളയ്ക്ക് ശേഷമുള്ള മഴയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായി തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടുന്നുണ്ട്. ഒപ്പം തന്നെ നിർജ്ജലീകരണം, സൂര്യാഘാതം, സൂര്യാതാപം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മഴ കാര്യമായി പെയ്തില്ലെങ്കിൽ വീണ്ടും ചൂട് ഉയരാനുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുന്നറിയിപ്പും ജാഗ്രതയെ പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ദേവിക, ഈ ചൂട് കൂടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കൂടുതൽ ശീതള പാനീയങ്ങൾ കുടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സ്വഭാവം പാടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഈ ഒരു ഘട്ടത്തിൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വെള്ളത്തിൻ്റെ കാര്യം, കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് കടുത്ത വേനലിൽ ആളുകൾ ഇങ്ങനെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ അമ്പലപ്പുഴയിലേക്ക് വന്നാൽ അവിടെ ശുദ്ധീകരിച്ച കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന കാഴ്ച കാണാം. നാട്ടുകാർ പരാതിപ്പെട്ടു, പക്ഷേ എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു തർക്കമാണ് വെള്ളം ഇങ്ങനെ റോഡിൽ പാഴാകാൻ കാരണമെന്നാണ് അറിയുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളമാണിത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി ആശുപത്രി ജംഗ്ഷന് സമീപം ഈ കാഴ്ച തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ കരുമാടിയിലെ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളമാണ് ഈ രീതിയിൽ പാഴാകുന്നത്.
തകഴി പഞ്ചായത്തിലെ 5 വാർഡുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കുടിവെള്ളം ഈ രീതിയിൽ നടു റോഡിൽ പാഴാകാൻ തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പരിഹരിക്കേണ്ട അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈപ്പ് ലൈൻ പൊട്ടി ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം റോഡിലൂടെ ഒഴുകി സമീപത്തെ പുരയിടത്തിൽ നിറയുകയാണ്. രണ്ടര മാസം കഴിഞ്ഞു ഈ പൈപ്പ് പൊട്ടിയിരുന്ന വേണ്ടപ്പെട്ട അധികാരിയെ നമ്മൾ വിളിച്ചു പറയും. അതിൻ്റെ അധികാരികൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ പട്ടത്താനത്ത് നിന്നത് ശുദ്ധീകരിച്ച വെള്ളമാണ്. ഇവിടെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാർഡിൽ 14-ാം വാർഡിൽ ഇതിൻ്റെ അതോറിറ്റിക്ക് വാട്ടർ അതോറിറ്റി ഇപ്പോൾ 2 പറയുന്നത് സാറേ വിഭജനം ചെയ്തിരിക്കുകയാണ്. ഇത് മെക്കാനിക്കൽ സെക്ഷനുണ്ട്, പൈപ്പ് ഇടുന്ന സെക്ഷനുണ്ടെന്ന് നമ്മൾ വിളിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത്. മെക്കാനിക്കൽ സെക്ഷൻ പൈപ്പ് ഇടുന്നവർ നോക്കിയാൽ നന്നാക്കി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം പോലും 14-ാം വാർഡിൽ കിട്ടുന്നില്ല പല വീടുകളിലും. വാട്ടർ അതോറിറ്റിയിലെ മെക്കാനിക്കൽ വിഭാഗവും പൈപ്പ് സ്ഥാപിച്ച വിഭാഗവും തമ്മിലുള്ള തർക്കമാണ് പൈപ്പ് പൊട്ടിയത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 70 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ പല ഭാഗങ്ങളും വാട്ടർ അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലം തകരുകയാണ്. വൻതോതിൽ കുടിവെള്ളം പാഴാകുമ്പോഴും പണം മുടക്കി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ജനം, ആലപ്പുഴ. കോഴിക്കോട് ഒളവണ്ണ പാല കുറുമ്പകുന്ന് അശാസ്ത്രീയമായി ഇടിച്ചു നിരത്തുന്നതായി പരാതി. കുന്നിടിക്കുന്ന പ്രദേശത്ത് ജലദൗർബല്യത്തിനും കുന്നിൻ മുകളിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാശത്തിനും കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പാല കുറുമ്പകുന്നിന്റെ മുകളിൽ നിന്ന് വരുന്ന ഉറവയാണ് മേക്കോട്ടെ ഭഗവതി ക്ഷേത്രത്തിലും പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും തീർത്ഥമായി ഉപയോഗിക്കുന്നത്. ഒളവണ്ണ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏക കുന്നാണ് പാലക്കുറുമ്പക്കുന്ന്. വർഷങ്ങൾക്ക് മുൻപും ഈ കുന്നിടിച്ചു നിരത്താനുള്ള ശ്രമം നടന്നിരുന്നു. അന്ന് നാട്ടുകാർ സംഘടിച്ചാണ് കുന്നിടിക്കുന്നത് അറിഞ്ഞത്. നിരവധി നീരുറവകളുടെ കലവറയായ കുന്നിടിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. കുന്നിന്റെ താഴ്വാരത്തും മുകളിലുമായി 2 ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നു. പാലക്കുറുമ്പക്കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന തീർത്ഥമാണ് 2 ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയായ കുന്നിനെ സംരക്ഷിക്കാൻ പാലക്കുറുമ്പ മേക്കോട്ട് ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രവർത്തിക്കുന്നത്. ഒന്നായിട്ടുള്ള സ്ഥലമാണ്, ഒരു 10-300 ഏക്കർ സ്ഥലം. അതിൽ 2 ക്ഷേത്രമുള്ളത്. ഒന്ന് താഴെ ക്ഷേത്രവും ഒന്ന് മേക്കോട്ട ക്ഷേത്രവും. ഈ മേക്കോട്ട ക്ഷേത്രത്തിൻ്റെ എത്തുനിന്നാണ് ഈ തീർത്ഥം ഉത്ഭവിക്കുന്നത്. അത് അമ്പലത്തിലെ പൂജാതി കാര്യങ്ങൾക്കും അതേപോലെ മറ്റുള്ള നിവേദ്യ കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് മേക്കോട്ട ക്ഷേത്രത്തിലും ഈ തീർത്ഥാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രവും ഈ കുന്നും ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ പരിസരത്തുള്ള ജല സ്രോതസ്സുകൾ കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. അത്രയും ഒരു ജലസ്രോതസ്സുള്ള ഒരു തീർത്ഥാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ ദിവസം കുന്നിടിക്കുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് തർക്കവും കേസും നിലനിൽക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ദേവസ്വം ഭൂമി പലരും തട്ടിയെടുത്തതായാണ് ആക്ഷേപം. പാലക്കുറുമ്പക്കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് സമിതി പരാതിയും നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. അനധികൃത ഖനനങ്ങൾക്കെതിരെ ഇടുക്കിയിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാവുകയാണ്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ പോലും ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് കരിങ്കല്ല് പൊട്ടിച്ച് കടത്തുന്നുണ്ട്. കാഞ്ചിയാർ വില്ലേജിലെ പടുകയിൽ മാത്രം പ്രവർത്തിക്കുന്നത് 2 പാറമടകളാണ്. കുളത്തിന്റെ വലിപ്പം കൂട്ടാൻ എന്ന പേരിലാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത്. അനധികൃത പാറമടകൾക്കെതിരെ നടപടിയെടുക്കാതെ അനാസ്ഥ തുടരുകയാണ് വകുപ്പുകളെല്ലാം. കോട്ടയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പാറമട പ്രവർത്തിക്കുന്നത്. കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെയുള്ള മൺപാതയിലൂടെ വേണം ഇവിടെ എത്താൻ. പരിശോധനകൾക്കായി മറ്റാരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്താകെ പാറ പൊട്ടിച്ചു കൂട്ടിയിരിക്കുന്നു. 6 മാസത്തോളമായി ദിവസേന നിരവധി ലോഡ് കരിങ്കല്ലാണ് ഇവിടെ നിന്നും കടത്തുന്നത്. കുളം നിർമ്മാണത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് അനധികൃതമായി പാറഖനനം നടത്തുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരത്തിലൊരു കുളം നിർമ്മിക്കാൻ ജിയോളജി വകുപ്പ് സ്ഥലമുടമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. ഇവിടെയുണ്ടായിരുന്ന ചെറിയ കുളത്തിന്റെ ആഴവും വലുപ്പവും കൂട്ടാനെന്ന പേരിലാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത്. പാറ പൊട്ടിക്കൽ സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ അനുമതി ഇല്ലാതെയാണ് വൻതോതിൽ പാറ പൊട്ടിച്ച് കടത്തിയതെന്ന് കണ്ടെത്തി.
തുടർ നടപടികൾക്കായി സ്ഥലത്തിന്റെ സ്ഥിതി സംബന്ധിച്ച രേഖകൾക്കായി ഉടുമ്പൻചോല തഹസിൽദാർക്കും കാഞ്ചാർ വില്ലേജ് ഓഫീസർക്കും ജിയോളജി വകുപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ മറുപടി ലഭിച്ചില്ല. അനധികൃത പാറഖനനം സംബന്ധിച്ച് കട്ടപ്പന പോലീസിനും വിവരം കൈമാറി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസും തയ്യാറായില്ല. ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു പാറമടയുടെ റിപ്പോർട്ട് ജനം TV കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 2 പാറമടകളും നടത്തുന്നത് ജില്ലയിലെ ഇടത് രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുക്കളാണെന്നാണ് വിവരം. കുളം നിർമ്മാണത്തിന്റെ മറവിലാണ് ഇത്തരത്തിലിവിടെ നിന്ന് അനധികൃതമായി പാറഖനനം നടത്തുന്നത്. യാഥാർത്ഥ്യമെന്നാൽ ഇത്തരത്തിലൊരു കുളം നിർമ്മിക്കാൻ ജിയോളജി വകുപ്പ് സ്ഥലമുടമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. പടുകയിലെ അനധികൃത പാറമടയിൽ നിന്നും ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. പാതിവില തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലെ ആളുകളുടെ പ്രതിഷേധ സംഗമം തൊടുപുഴയിൽ നടന്നു. തട്ടിപ്പിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ 350-ലേറെ ആളുകളാണ് പങ്കെടുത്തത്. സംസ്ഥാനമൊട്ടാകെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ സ്വന്തം നാടായ തൊടുപുഴയിലാണ് ആദ്യം തട്ടിപ്പ് തുടങ്ങിയത്. അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമായ കുടയത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിലെ ഒട്ടേറെ ആളുകൾ ഇയാളുടെ തട്ടിപ്പിനിരയായ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിലുള്ളവരുടെ സംഗമമാണ് തൊടുപുഴയിൽ നടന്നത്. തൊടുപുഴയ്ക്ക് സമീപമുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തൊടുപുഴ നഗരസഭയിൽ നിന്നുമായി 360 പേർ സംഗമത്തിൽ പങ്കെടുത്തു. തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇരകൾക്ക് നീതി ലഭ്യമാക്കുക, തട്ടിപ്പ് പണം കണ്ടെത്തി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള തുകകൾ പ്രസിദ്ധപ്പെടുത്തുക, സർക്കാർ മൗനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുത്തതിന് ശേഷം അതിന്റെ വിഹിതം സംഭാവനകളായോ കൈക്കൂലിയായോ വാങ്ങിയതിന് ശേഷം ആ പണം ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട സ്ത്രീകളെ ഈ രീതിയിൽ അവഗണിക്കുന്നത് ഒരിക്കലും നല്ലതായ ഒരു ശീലമല്ല. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ, അതായത് അഴിമതിയുടെ കറ പുരളാത്ത അല്ലെങ്കിൽ അഴിമതിയിലേക്ക് നോക്കാത്ത സത്യസന്ധരായ രാഷ്ട്രീയത്തിലെ നേതാക്കൾ, എല്ലാ കക്ഷിയിലെയും പ്രത്യേകിച്ച് LDF-ലെയും UDF-ലെയും NDA-യിലും ഒക്കെ നേതാക്കന്മാർ കടന്നു വന്ന് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തട്ടിയെടുത്ത പണം തിരികെ കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടെടുക്കണമെന്ന് മാത്രമാണ് ഈ പ്രതിഷേധ സമരം കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തട്ടിപ്പിന് ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡ് ഉപയോഗിച്ച് നടത്തിയ പണമിടപാടുകൾ എന്നിവ പരിശോധിച്ചാൽ പ്രതിയായ അനന്തകൃഷ്ണൻ ആർക്കൊക്കെ പണം നൽകാനുണ്ടെന്ന് കണ്ടെത്താം. ഇതിലൂടെ പണം സ്വീകരിച്ചവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സാധിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അന്വേഷണം ഇഴയുന്നത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതരെ രക്ഷിക്കാനാണെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. തൊടുപുഴയിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് സമരം ശക്തമാക്കാനും യോഗം തീരുമാനിച്ചു. ജനം, ഇടുക്കി. മറാഠ രാജവംശത്തിലെ മാൾവ രാജ്യത്തെ മഹാറാണിയായിരുന്ന രാജമാത അഹല്യാഭായ് ഹോൾക്കറുടെ ജന്മത്രിശതാബ്ദി ആഘോഷിച്ചു. സാമാജിക സമര സദഗതി വിധിയും തൃശിവ പേരൂർ പഹിള സമന്വയവേദിയും ചേർന്നാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പാറമേക്കാവ് അഗ്രശാല ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സാമാജിക സമരസത ഗതിവിധി തൃശൂർ വിഭാഗ് സംയോജക് MV ബാബു ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു. ഒരു ക്ഷേത്രത്തിലെ പൂ പറിച്ച് മാല കെട്ടി വിളക്ക് കത്തിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു മഹിളാരത്നം, അവര് ഭാരതത്തിന്റെ ഭാഗധേയം നിർണയിക്കാവുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു ഭരണകർത്താവായി മാറിയ അഹല്യാഭായ് ഹോൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാതസ്മരണയിലെ എല്ലാ ദിവസവും ഈ അഹല്യ ഹോൾക്കറെ നമ്മൾ സ്മരിക്കാറുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാരാജ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു. സാമാജിക സമരസത അഖില ഭാരതീയ സംയോജക് മാനനീയ ശ്യാം പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. गुजरात में भी पुरातन मंदिर है, सोमनाथ मंदिर, वहाँ भी उस मंदिर के प्रांगण में भी इसी मूर्ति का स्थान है. पूछा है इस महिला कौन है, सब लोग बताया लोकमाता अहल्याबाई होलकर है. इस माता ने बहुत मंदिरों को पुनर्निर्माण किया है. അഡ്വക്കേറ്റ് അഞ്ജനാദേവി, MS സമ്പൂർണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയ കാര്യം. ഒരു സ്ത്രീയുടെയും 2 പെൺകുട്ടികളുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അവർ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം, കാരണം അവിടെ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഒപ്പം ഈ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടോ?
മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ പ്രാഥമികമായി ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇവരെ ഇടിച്ചതെന്നാണ് വിവരം. ട്രെയിനിന് മുന്നിലേക്ക് 3 പേർ ചാടുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് റെയിൽവേ അറിയിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ആത്മഹത്യയാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. റെയിൽ പോലീസ് ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് മൃതദേഹങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. പ്രാഥമികമായി ഇവർ ഇതര സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പാർക്കുന്ന ഇടങ്ങളിൽ, താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം പോലീസ് എത്തി ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമെല്ലാം നടത്തുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലുള്ള ആളുകളെ കൊണ്ടെത്തിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആരാണ് മരിച്ചത് എന്ന് സംബന്ധിച്ച് ഏതായാലും ധാരണയില്ല. 2 പെൺകുട്ടികളും ഒരു സ്ത്രീയുമാണ് മരിച്ചിട്ടുള്ളത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങളെല്ലാം മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, എന്തായാലും ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ നിലവിൽ സംശയിക്കുന്നത്. കാരണം 3 പേർ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മിഥുൻ അയ്യപ്പൻ. വാഹനാപകടം തകർത്തെറിഞ്ഞത് ഒരു 13-കാരൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. തിരുവനന്തപുരം സ്വദേശി അഭിനവ് കോമാവസ്ഥയിലായിട്ട് 1 മാസം പിന്നിട്ടു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഈ നിർധന കുടുംബം. തുള്ളിച്ചാടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി വിശേഷങ്ങൾ പറഞ്ഞിരുന്ന മകൻ അവനൊന്ന് എഴുന്നേൽക്കുന്നതും കാത്ത് നിറകണ്ണുകളോടെ 1 മാസമായി കാത്തിരിക്കുകയാണ് ഈ അമ്മയും അച്ഛനും. ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ പോയ മകൻ പിന്നീട് അവനെ വിചിത്രയും അജയനും കാണുന്നത് ഈ ഹോസ്പിറ്റൽ വരാന്തയിലാണ്. അമിത വേഗതയിലെത്തിയ കാറടിച്ച് ബന്ധുവിനോടൊപ്പം അഭിനവ് റോഡിലേക്ക് തെറിച്ചു വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിനവ് 1 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ കോമാവസ്ഥയിലാണ്. ഭയങ്കര ഇഞ്ചുറി. അപ്പോൾ അത് ഡോക്ടർ പറയണമെന്ന് വെച്ചാൽ 6 മാസം അല്ലെങ്കിൽ 6 ആഴ്ച എത്രയാണെന്ന് പറയാൻ പറ്റില്ല. സഡൻ ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ണു തുറക്കുന്നത് ഇപ്പം ഇന്ന് 1 മാസമായി വന്നിട്ട്. നാട്ടുകാരും അഭിനവിന്റെ കൂട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും സഹായിച്ചാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ടു പോയത്. ചിരിക്കുന്ന മുഖവുമായി ഓടിവരുന്ന അഭിനവിന്റെ മുഖവും കാത്തിരിക്കുകയാണ് ഇവർ. ഏകദേശം 30 ദിവസം വരെ തന്നെ ICU വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷമാണ് വെന്റിലേറ്റർ റിമൂവ് ചെയ്തത്. ഇപ്പോഴും കോമ സ്റ്റേജിലും അങ്ങനെയാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്. എത്ര ദിവസം കഴിഞ്ഞ് കണ്ണ് തുറക്കാൻ കഴിയും ഒന്നും ഡോക്ടേഴ്സിന് ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല. ഇതേപോലെ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ ബില്ലാക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമായിരിക്കും. പിന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ സഹായിച്ചു, സ്കൂൾ സഹായിച്ചു, പിന്നെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ പോകുന്നു. ഇന്ന് വരെ ഏകദേശം 13 ലക്ഷം രൂപയായിട്ടുണ്ട്. മകന്റെ തുടർ ചികിത്സയ്ക്കായുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം വിറ്റു. എന്നാൽ ഇനിയും ഭീമമായ ഒരു തുക അഭിനവിന്റെ ചികിത്സയ്ക്കായി ആവശ്യമാണ്. അതിനുവേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. അഭിനവ് വീണ്ടും സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്നതും കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ജനം, തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് 2ാം ഘട്ട കുറ്റപത്രത്തിൽ CPM-ഉം പ്രതിപ്പട്ടികയിൽ. CPM-ന്റെ 76 ലക്ഷത്തോളം രൂപ സ്വത്തുകൾ ED കണ്ടുകെട്ടിയിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിലെ 55 പ്രതികളിൽ പാർട്ടി ഉൾപ്പെട്ടിരുന്നില്ല. തുടർന്നുള്ള അന്വേഷണത്തിൽ സ്വത്തുകൾ കണ്ടുകെട്ടിയിരുന്നുവെങ്കിലും പ്രതി ചേർത്തിരുന്നില്ല. സുധീഷ് ഗോപാൽ ചെയ്യുന്ന വിവരങ്ങളുമായി. സുധീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ കുറ്റപത്രം 2023 നവംബറിലായിരുന്നു സമർപ്പിച്ചത്. അന്ന് ഏതാണ്ട് 55ഓളം പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അതിന് പുറമെയുള്ള 2ാം ഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, സംസ്ഥാനത്തൊരു തട്ടിപ്പിൻ്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് മരവിപ്പിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ആദ്യ സംഭവമാണ്. ആ സംഭവമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ തരത്തിൽ സ്വത്തുവകകളും കണ്ടുകെട്ടിയിട്ടുണ്ട്.
കണ്ടെത്തിയിട്ടുണ്ട്. അത് പാർട്ടി ഓഫീസ് പണിയുന്നതിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും EDയുടെ കണ്ടെത്തൽ ഇത് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയാണ് എന്നതാണ്. വ്യാജരേഖ ചമച്ച് വായ്പ എടുത്തവരുടെ അടക്കം പേരുകളും പുതിയ കുറ്റപത്രത്തിലുണ്ടാവും. ആ രീതിയിൽ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നിരവധി പേർ, അത് 50-ലധികം വ്യക്തികളും പാർട്ടികളും സംഘടനയും CPM അടക്കമുള്ള പാർട്ടിയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ അടക്കം ഇതിൻ്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെടും എന്നതാണ് സൂചന. എന്തു തന്നെയായാലും വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നത്. ആ തട്ടിപ്പിന് ഇരയായവർക്ക് ആ പണം തിരികെ നൽകുന്നതിന് ഉതകുന്ന രീതിയിൽ പാർട്ടിയുടെ നടപടി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കൃത്യമായ അന്വേഷണമാണ് പോകുന്നത്. എന്നാൽ ഈ കേസുകളുടെയും മറ്റു ബാഹുല്യം കൊണ്ടാണ് 2023 നവംബറിന് ശേഷം ഇത്രയും ഒരു കാലതാമസം അടുത്ത കുറ്റപത്രത്തിലേക്ക് എത്താനും തുടർ നടപടികളിലേക്ക് എത്തുന്നതിനും വന്നത് എന്നതാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. എന്തു തന്നെയായാലും അതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കുന്ന പണിപ്പുരയിൽ തന്നെയാണ് ഇപ്പോൾ EDയും ഉദ്യോഗസ്ഥർ. അത് അടിയന്തരമായി തന്നെ ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് കടക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നതും. വീണ. ശരി, സുധീഷ് തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആതിര ജ്വല്ലറി തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. സ്വർണ്ണപ്പണ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചതെന്ന വിവരത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് RBIക്ക് കത്ത് നൽകുകയാണ്. സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ഈ RBIയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ, അല്ലെങ്കിൽ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ വകുപ്പുകൾ ചുമത്താമെന്നതിലടക്കം ഈ RBIയുടെ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. അവരുടെ അംഗീകാരം ഇല്ലാതെയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എങ്കിൽ അതുകൂടി ചുമത്തിയുള്ള അന്വേഷണവും കേസുമായിരിക്കും മുന്നോട്ട് വരിക. എന്തു തന്നെയായാലും ആദ്യം കേസെടുത്തപ്പോൾ 3 പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലായിരുന്നു കേസും അറസ്റ്റും മറ്റും ഉണ്ടായത്. തുടർന്ന് അപ്പോഴത്തേക്ക് തന്നെ നിരവധി പരാതികൾ വന്നിരുന്നു. ഇതിൽ അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് തന്നെ നിർബന്ധിച്ചും വിശ്വസിപ്പിച്ചും ഇത്തരത്തിൽ നിക്ഷേപം നടത്തുകയും അത് കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ പലർക്കും ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ലാഭകരമായി സ്വർണം മടക്കി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ അവസ്ഥ മാറി. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡും മറ്റും വന്നതോടെ ബിസിനസ് ആകെ താറുമാറായി എന്നതാണ്. എന്നാൽ ആ സമയത്ത് പോലും ബിസിനസ് തകർന്നിരിക്കുമ്പോഴും ജീവനക്കാരെ അടക്കമില്ലെങ്കിൽ ഓരോരുത്തരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് സ്വർണവും പണവും നിക്ഷേപമായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധി 100 കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഈ പറ്റിപ്പിന് ഇരയായിട്ടുള്ളത്. ഇവരുടെ എല്ലാം പരാതികൾ കേസെടുത്തുകൊണ്ട് തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് മുന്നോട്ട് നീങ്ങുന്നതും. ദേവിക. ഇടുക്കി സഞ്ചാരികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അനന്തമായ കാഴ്ചകളാണ്. അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് ഇടുക്കി ബ്യൂറോ ഇന്ന് പ്രേക്ഷകരെ എത്തിക്കുന്നത്. മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിലധികം ഉയരത്തിലുള്ള ഒരു മനോഹരമായ വ്യൂ പോയിന്റ്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുള്ള ഈ വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മൈക്രോ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. താഴെ നമ്മൾ കണ്ട ആ ഒരു കവാടം കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമേ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താൻ കഴിയൂ. ഈ പോകുന്ന വഴിയിലും അതിമനോഹരമായ കാഴ്ചകളുണ്ട്. അതിനപ്പുറം കാഴ്ചകളാണ് ഈ വ്യൂ പോയിന്റിലുള്ളത്. എന്തായാലും നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മൈക്രോ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ കാറ്റാണ് ഇവിടെ. അതിനപ്പുറം ഒരു വശത്ത് ഇടുക്കി ഡാമിന്റെയും മറുവശത്ത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെയും എല്ലാം വശ്യമായ കാഴ്ചകളാണ് ഈ മൈക്രോ വ്യൂ പോയിന്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലാസ്ഥാന മേഖലയിൽ പെട്ടെന്ന് തന്നെ സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റാണ് മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ BSNLന്റെ നെറ്റ്വർക്ക് ശൃംഖല വരുന്നതിന് മുമ്പ് കേബിൾ ടു കേബിൾ ആയതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ എക്സ്ചേഞ്ച് മുഖേന ഇവിടെ കേബിളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രങ്ക് ബുക്കിംഗ് എല്ലാം നമുക്ക് എറണാകുളത്തു നിന്നും ഒക്കെ ഈ ടവർ മുഖേനയായിരുന്നു. അങ്ങനെയാണ് മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്ന് ഒരു പേര് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് കുയിലിത്തണ്ടെന്നാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇടുക്കിയുടെ വൈദ്യുതി നിലയത്തിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ കുരുമ്പൻ്റെയൊക്കെ ഒരു വാസസ്ഥലം കൂടിയാണ് ഇവിടെ. ഇടുക്കി ജില്ലയിൽ
എവിടെ മഴ പെയ്താലും നമുക്ക് ഇന്ന സ്ഥലത്ത് മഴ പെയ്യുന്നു എന്ന് കാണാൻ കഴിയും. രണ്ടാമത് ഇവിടെ നിന്നാൽ വാഗമൺ കാണാം, കാൽവരി മൗണ്ട് കാണാം, മൂന്നാർ കാണാം. നമുക്ക് എറണാകുളം ഒരു രാത്രി 7 മണിയാകുമ്പം അമ്പലമുകൾ, കോഴഞ്ചേരി, അതേപോലെ നമുക്ക് എറണാകുളമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നാൽ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ തൊമ്മൻകുത്ത്, ആ തൊമ്മൻകുത്തിൻ്റെ ആ നദിയുടെ ഉത്ഭവം നമ്മുടെ ഇവിടെയാണ്, കീഴാർകുത്ത് എന്ന് പറയുന്നത്. ധാരാളം സന്ദർശകർ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ സഞ്ചാരികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും സേഫ്റ്റി ലൈനൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം സഞ്ചാരികളെ നമുക്ക് ജില്ലാസ്ഥാന മേഖലയിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ഇത് ജില്ലാസ്ഥാനത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ നല്ലൊരു പേര് വരുന്ന ഒരു നല്ല സ്ഥലമാവും. എന്റെ പിന്നിൽ കാണുന്നത് ഇടുക്കി വന്യജീവി സങ്കേതമാണ്. വൈകുന്നേര സമയമായാൽ ആ കാണുന്ന കുന്നുകളിലൊക്കെ കാട്ടാനക്കൂട്ടത്തെ കാണാമെന്നുള്ളതാണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാഴ്ചകൾക്കപ്പുറം അപകടം നിറഞ്ഞൊരു മേഖല കൂടിയാണ് ഈ മൈക്രോ വ്യൂ പോയിന്റ്. ഒരു സൈഡിൽ വലിയ കൊക്കയാണ്, അതിനപ്പുറം ഈ മേഖല കേന്ദ്രീകരിച്ച് വന്യമൃഗ സാന്നിധ്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. മല കയറി ഇനി കാട് കൂടി കയറാൻ അല്ലേ? പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെട്ട പക്ഷികളുടെ ലോകത്തെ അടുത്തറിയാൻ കാട് കയറി കുട്ടികൾ. അവർക്ക് വഴികാട്ടിയായി അധ്യാപകരും. കോഴിക്കോട് മണ്ണൂർ GLP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ യാത്ര നടത്തിയത്. കുറ്റ്യാടിയിലെ ജാനകി കാട്ടിലേക്കായിരുന്നു യാത്ര. പാഠഭാഗങ്ങളിൽ പഠിച്ച പക്ഷികളെ കാണാനും അടുത്തറിയാനുമുള്ള കുട്ടികളുടെ ആഗ്രഹത്തിൽ നിന്നാണ് യാത്രയുടെ തുടക്കം. പക്ഷികളുടെ ലോകം പഠിച്ചറിഞ്ഞതിനേക്കാൾ കുട്ടികൾക്ക് വിസ്മയ ലോകമായി. കൂടുതൽ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചു. എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. കൂട്ടുകാർക്കും എല്ലാം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കാട്ടിൽ കുറേ പുഴകളും പക്ഷികളും പൂമ്പാറ്റകളും എല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ സംരക്ഷിത പക്ഷിയായ മാക്കാച്ചിക്കാടയെ അടുത്ത കാലത്താണ് ജാനകിക്കാട്ടിലും കണ്ടെത്തിയത്. ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്ററിലെ ഉദ്യോഗസ്ഥർ പക്ഷികളുടെ ലോകത്തെക്കുറിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും വിശദമായി പറഞ്ഞുകൊടുത്തു. ക്ലാസ് മുറിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അധ്യാപകനിൽ നിന്ന് കേട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി ആ പക്ഷികളെ നേരിട്ട് കാണാനും കാടിനെ ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഇന്ന് മണ്ണൂർ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ ജാനകിക്കാട് സന്ദർശിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് ജാനകിക്കാട്ടിലെ അതിമനോഹരമായ ഒഴുകുന്ന പുഴയും മരങ്ങളും അതുപോലെ തന്നെ ചെടികളും പക്ഷികളുമൊക്കെ കാണുകയും അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും നേരിട്ട് അനുഭവമായി കുട്ടികൾ പഠിക്കുകയും ചെയ്തപ്പോൾ അത് അവർക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. കുറ്റ്യാടിപ്പുഴയും കാടും വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. അതിശയം പകരുന്ന പക്ഷികളുടെ ജീവിതം അടുത്തറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും അധ്യാപകരും മടങ്ങിയത്. ജനം, കോഴിക്കോട്. ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസം കൂടിയാണ് ജനം കുടുംബത്തിലെ ബിലാൽ ബിജുവിൻ്റെ ജന്മദിനമാണ്. നമ്മുടെ വിഷ്വൽ എഡിറ്ററാണ് ബിലാൽ ബിജു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയാണ്. ബിലാലിന് ഹാപ്പി ബർത്ത്ഡേ. ജനം TVയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്നേഹം. ഓക്കെ, അങ്ങനെ 2 മണിക്കൂർ പിന്നിട്ട് പുത്തൻപുലരി എൻ്റെ അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം TVക്കൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. ചെറിയ ഇടവേള എടുക്കുകയാണ്. അതിനുശേഷം ലൈവ് റിപ്പോർട്ട്സിലേക്കൊക്കെ പോകാം. നമസ്തേ.
है।